എല്ലാവർക്കും എൻ്റെ നമസ്കാരം. നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ജിം കോർബറ്റിൻ്റെ ഒരു വേട്ടക്കഥയാണ്. ഇത് അത്യാവശ്യം വലിയ കഥയായതുകൊണ്ട് തന്നെ നമ്മൾ പാർട്ടായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇതിന് മുന്നേ 2 പാർട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിലും മുകളിൽ ഐക്കണിലും കൊടുത്തിരിക്കാം. നമ്മൾ കഴിഞ്ഞ തവണ പറഞ്ഞു നിർത്തിയത് ഇവിടം വരെയാണ്. ഗ്രാമത്തിൽ നിന്നും മടങ്ങിപ്പോകുന്നതിന് മുന്നേ ഗ്രാമീണർക്ക് വേണ്ടി ഒരു വേട്ട നടത്തുവാൻ വേണ്ടി, കോറലുകളെ വേട്ടയാടുവാൻ വേണ്ടി പോയതായിരുന്നു അദ്ദേഹം. അവിടെ വെച്ച് ഒരു കരടിയെ അപ്രതീക്ഷിതമായി കാണുകയും അതിനു നേരെ വെടിയുതിർക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാകുകയും ചെയ്യുന്നു. കരടി ഭയപ്പെട്ട് മലയുടെ മുകളിലേക്ക് പോകുന്നു. തിരകളില്ലാത്തതിനാൽ അതിനെ പിന്തുടർന്നു പോകുന്നത് അപകടമാണെന്ന് കോർബറ്റിന് മനസ്സിലാക്കുന്നു. എന്നാൽ തൻ്റെ ക്യാമ്പ് അങ്ങ് അകലെ ആയതുകൊണ്ട് തന്നെ തിരികെ പോകുവാൻ സാധിക്കുന്നതുമില്ല. എന്നാൽ വെടിയേറ്റ കരടിയെ അവിടെ ഉപേക്ഷിച്ചു പോകുവാൻ കോർബറ്റിന് മനസ്സും അനുവദിക്കുന്നില്ല. അങ്ങനെ അവരുടെ കൈവശം ഉണ്ടായിരുന്ന മൂർച്ചയേറിയ കോടാലി കൊണ്ടും കല്ലുകൾ കൊണ്ടും ആ കരടിയെ കൊലപ്പെടുത്താമെന്ന പദ്ധതിയിൽ കോർബറ്റും സംഘവും തീരുമാനമെടുക്കുന്നു. അവിടം വരെയാണ് നമ്മൾ കഴിഞ്ഞ കഥയിൽ പറഞ്ഞു നിർത്തിയത്. അതിൻ്റെ ബാക്കിയാണ്. നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുവാനും മറക്കല്ലേ. ഇനിയും കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞ് ഞാൻ നിങ്ങളെ മുഷിപ്പിക്കുന്നില്ല. നമുക്കിനിയും നേരെ കഥയിലേക്ക് പോകാം. വെൽക്കം ബാക്ക് ടു സ്നൈപ്പർ സ്കൂൾ കഥകളിലൂടെ. കോർബറ്റും സംഘവും നോക്കി നിൽക്കെ ആ കരടി ഭയന്നുകൊണ്ട് മലയുടെ മുകളിലേക്ക് ഓടിക്കയറുന്നു. പാറക്കെട്ടുകളും ഉരുളൻകല്ലുകളും നിറഞ്ഞ ഒരു പ്രദേശമാണ്. കുത്തനെയുള്ള കയറ്റമാണ്. കോർബറ്റിനും സംഘത്തിനും വലിയ വെല്ലുവിളി തന്നെയാണ് ആ കയറ്റം നൽകിയത്. കോർബറ്റിന്റെ തോക്കിൽ നിന്നും പാഞ്ഞ ആ തിര കരടിയുടെ ശരീരത്തിൽ മാരകമായ മുറിവ് തന്നെ ഉണ്ടാക്കിയെന്ന് കോർബറ്റിന് മനസ്സിലായിരുന്നു. കാരണം അതിന്റെ ശരീരത്തിൽ നിന്നും ഇറ്റിറ്റ് വീണ രക്തപ്പാടുകൾ. അതിനെ പിൻപറ്റിയാണ് ഇപ്പോൾ ആ കരടിയെ ട്രാക്ക് ചെയ്ത് മലയുടെ മുകളിലേക്ക് പോകുന്നത്. ധാരാളം പാറക്കെട്ടുകൾ നിറഞ്ഞ സ്ഥലമാണ്. ധാരാളം വിടവുകളും വിള്ളലുകളുമുള്ള സ്ഥലമാണ്. ഒരു കരടിക്ക് പതുങ്ങിയിരിക്കുവാൻ പറ്റിയ എല്ലാ സാഹചര്യങ്ങളും ഉള്ള ഒരു പ്രദേശം കൂടിയാണത്. അങ്ങനെ ആ പാടുകളെ പിൻപറ്റി പാറക്കൂട്ടങ്ങൾ നിറഞ്ഞ കല്ലുകൾ നിറഞ്ഞ ഭാഗത്തേക്ക് കോർബറ്റും സംഘവും എത്തിച്ചേരുന്നു. പിന്നീട് അവർ 2 സംഘങ്ങളായി പിരിയുകയും പാറക്കെട്ടിൽ അപ്രത്യക്ഷമായ ആ രക്തപ്പാടുകളെ പിൻപറ്റി പോകാതെ ചുറ്റും അതിനെ തേടി നടക്കുകയും ചെയ്തു. ആ പ്രദേശം മുഴുവൻ അരിച്ചു പെറുക്കിയിട്ടും കരടിയെ കണ്ടെത്താൻ അവർക്കാർക്കും സാധിച്ചില്ല. അങ്ങനെ തിരയുന്നതിന്റെ കൂട്ടത്തിൽ തൻ്റെ കൂടെ വന്ന ഒരു ഗ്രാമീണന്റെ വിളിയെത്തി. കരടി താഴേക്ക് പോയിരിക്കുന്നു. അവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ താഴ്വശം കാണാൻ കഴിയും. അതായത് അടിവാരം കാണാൻ കഴിയും. അടിവാരത്ത് നിറയെ മുളങ്കാടുകളാണ്. അതിനിടയിൽ എവിടെയോ ആയിരിക്കാം കരടി പതുങ്ങിയിരിക്കുന്നതെന്ന് അതിലൊരാൾ പറഞ്ഞു. അവിടെ ഉണ്ടായിരുന്ന കുറച്ച് പാറക്കല്ലെടുത്ത് ആ മുളം കൂട്ടത്തിലേക്ക് വലിച്ചെറിഞ്ഞു. കല്ലുകൾ വന്നു വീണപ്പോൾ മുളകൾ ആടി വിളഞ്ഞു. വലിയ ശബ്ദം തന്നെ ഉണ്ടായി. അതിനു പുറമെ ഒരു കരടിയുടെ അലർച്ചയും കേട്ടു. പെട്ടെന്ന് തന്നെ ആ കരടി ആ മുളങ്കാട്ടിൽ നിന്നും പുറത്തേക്ക് വരികയും മറ്റൊരു ചരിവിലൂടെ ഓടി അകലുകയും ചെയ്തു. കോർബറ്റിന്റെ കണ്ണിൽ നിന്നും ഇപ്പോൾ പൂർണ്ണമായും ആ കരടി മാറിയിരിക്കുന്നു. പാറക്കെട്ടുകൾ നിറഞ്ഞ സ്ഥലമാണ്. കോർബറ്റ് പറഞ്ഞു, ഇനിയും നിങ്ങൾ മുന്നിലേക്ക് പോകുമ്പോൾ സൂക്ഷിച്ചു വേണം പോകുവാൻ. പാറക്കെട്ടുകൾ നിറഞ്ഞ പ്രദേശമായതുകൊണ്ട് തന്നെ അതിന്റെ വിടവിലും മറ്റും ഈ കരടി ഒളിച്ചിരിക്കുവാനും ആക്രമിക്കുവാനും ഇടയുണ്ട്. കാരണം മുറിവേറ്റ മൃഗമാണ്. അങ്ങനെ ഏറെ നേരത്തെ തിരച്ചിലിനൊടുവിൽ അവർ വീണ്ടും ആ കരടിയെ കണ്ടുമുട്ടി. വളരെ ശ്രദ്ധാപൂർവം കോർബറ്റും സംഘവും ഒരു ചരിഞ്ഞ പാറക്കെട്ടിന്റെ മുകളിലൂടെ നടന്നു പോയപ്പോഴാണ് ആ കരടിയെ കണ്ടത്. അവർ നിൽക്കുന്ന പാറക്കെട്ടിന്റെ താഴെ 40 അടി താഴ്ചയിൽ ആ കരടി ഇരിക്കുന്ന ദൃശ്യമായിരുന്നു കോർബറ്റ് കണ്ടത്. പിന്നെ ഒട്ടും അദ്ദേഹം ആലോചിച്ചു നിന്നില്ല. അദ്ദേഹത്തിന്റെ സമീപ പ്രദേശത്ത് കടന്നിരുന്ന 30 പൗണ്ട് ഭാരമുള്ള ഒരു പാറക്കൽ എടുക്കുകയും അതിന്റെ തല ലക്ഷ്യമാക്കി താഴേക്ക് ഇടുകയും ചെയ്തു. ആ കരടിയുടെ ഭാഗ്യവശാൽ ആ പാറക്കല്ല് മറ്റൊരു പാറമേൽ തട്ടി ദിശ മാറുകയും ആ കരടിയുടെ സമീപത്ത് വന്ന് വീഴുകയും ചെയ്തു. പാറക്കല്ല് അതിന്റെ സമീപത്ത് വന്ന് വീണതും കരടി ഒന്ന് പതറി എഴുന്നേറ്റ് ഓടുക മാത്രമായിരുന്നു അത് ചെയ്തത്. ഇപ്പോൾ അത് വീണ്ടും ഓടി മറഞ്ഞിരിക്കുന്നു. കോർബറ്റും സംഘവും വീണ്ടും ആ കരടിയെ പിന്തുടർന്നു. തുറസായ സ്ഥലത്തിലൂടെ, പാറക്കെട്ടുകൾ നിറഞ്ഞ പ്രദേശത്തിലൂടെ, കൃഷിയിടങ്ങൾക്കിടയിലൂടെ. മഴ പെയ്ത് ചെറിയ ചാലുകൾ കൃഷിയിടങ്ങൾക്കിടയിൽ ഉണ്ടായിട്ടുണ്ടായിരുന്നു. ആ ചാലുകളിൽ ഒന്നിൽ ആ കരടി മറഞ്ഞിരുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നില്ലേ, ആ ഗ്രൂപ്പിനൊപ്പം വന്നിരുന്ന കുറേ വർഷങ്ങൾക്ക് മുന്നേ കടുവയുടെ ആക്രമണത്തിൽ പരിക്ക് പറ്റി വികൃതമായ മുഖമുള്ള ഒരു ഗ്രാമീണനെ പറ്റി. ആ ഗ്രാമീണൻ ആ കരടിയെ കാണുകയും
ആ വിടവിൽ മറഞ്ഞിരുന്ന കരടിയെ തൻ്റെ കൈവശം ഉണ്ടായിരുന്ന ആ മൂർച്ചയേറിയ കോടാലി കൊണ്ട് ആഞ്ഞു വെട്ടുകയും ചെയ്തു. എന്നാൽ കരടിയുടെ ദേഹത്ത് വെട്ടുകൊണ്ടതും തൻ്റെ കയ്യിലിരുന്ന കോടാലി ദൂരേക്ക് തെറിച്ചു പോവുകയാണ് ചെയ്തത്. ശരിക്കും കരടിക്ക് ദേഷ്യം വന്നു. അവർക്ക് മുന്നിൽ അവൻ്റെ 2 കാലിൽ എഴുന്നേറ്റ് നിന്നു. ഉച്ചത്തിലലറി. ദൂരേക്ക് തെറിച്ചു വീണ കോടാലി വളരെ വേഗം കോർബറ്റ് കൈവശപ്പെടുത്തി. മുറിവേറ്റ് ക്രുദ്ധനായ ആ കരടി ഒന്നുറക്കെ അലറിക്കൊണ്ട് ആക്രമണം അഴിച്ചുവിടുവാൻ തുടങ്ങിയ സമയം കോർബറ്റ് രംഗപ്രവേശനം ചെയ്യുകയും കരടിയുടെ ശ്രദ്ധ അദ്ദേഹത്തിന് നേരെ കൊണ്ടുവരികയും ചെയ്തു. കോർബറ്റ് നേരെ കരടി തിരിയുകയും കോർബറ്റ് നേരെ ചാർജ് ചെയ്ത് ഓടി വരികയും ചെയ്തു. പിന്നെ അല്പസമയം പോലും വൈകിയില്ല. തൻ്റെ സർവ്വശക്തി എടുത്ത് ഓടി വന്ന കരടിയുടെ തലയിലേക്ക് കോർബറ്റിന്റെ കയ്യിലുണ്ടായിരുന്ന കോടാലി എടുത്ത് ആഞ്ഞു വെട്ടി. ആ കരടിയുടെ തലയോട്ടി പുലർന്നുകൊണ്ട് കോടാലി അതിന്റെ തലച്ചോറിലേക്ക് കയറി. കോർബറ്റ് ഒന്ന് ഒഴിഞ്ഞു മാറുക കൂടി ചെയ്തു. വെട്ടുകൊണ്ട കരടി ഒന്ന് പിടയ്ക്കുവാൻ പോലും കഴിയാതെ നിലത്ത് അനക്കമറ്റ് കിടന്നു. കോർബറ്റ് ആ കരടിയെ ഒന്ന് പരിശോധിച്ചു. ഹിമാലയൻ കരടിയാണ്. മാർക്കറ്റിൽ അതിന്റെ തോലിന് നല്ല വിലയുണ്ട്. എങ്കിലും ആ കോടാലിയുടെ ഉടമയ്ക്ക് ആ തൊലി അദ്ദേഹം വിട്ടു നൽകി. അതിന്റെ കൂടെ തന്നെ കോർബറ്റ് ഒരു കാര്യം കൂടി ചെയ്യുന്നുണ്ട്. അവരവിടെ വേട്ടയാടിയ ആ മലയാടില്ലേ, അതിന്റെ മാംസത്തിന്റെ നല്ലൊരു ഭാഗം കൂടി അദ്ദേഹത്തിന് കൊടുക്കാമെന്നും പറയുന്നു. അതിനുശേഷം അവർ വെടിവെച്ചിട്ട ആടുകളെ എടുത്തുകൊണ്ട് തിരികെ ഗ്രാമത്തിലേക്ക് നടന്നു. ഗ്രാമത്തിലെത്തിയ ഉടനെ തന്നെ അവർ വേട്ടയാടി കൊണ്ടുവന്ന ആ ആടിന്റെ മാംസങ്ങൾ അവിടുത്തെ ഗ്രാമീണർക്ക് വീതം വെച്ച് നൽകി. ഈ വനത്തിലെ ഓരോ ജീവനും ഓരോ കഥ പറയാനുണ്ട്. അതിജീവനത്തിന്റെയും പോരാട്ടത്തിന്റെയും കഥകൾ. ഇന്ന് ഞാൻ വിജയിച്ചു, ആ കരടിയെ തോൽപ്പിച്ചു. എന്നാൽ ആ നരഭോജിയായ കടുവ എവിടെയാണ് മറഞ്ഞിരിക്കുന്നതെന്ന് എനിക്കറിയുവാനേ കഴിയുന്നു. കോർബറ്റ് ഡെൽക്കാന ഗ്രാമത്തിലെ ആളുകളുടെ യാത്ര പറഞ്ഞുകൊണ്ട് നേരം പുലർന്നപ്പോൾ തന്നെ അവിടുന്ന് പുറപ്പെട്ടു പോകുന്നതിന് മുന്നേ ഒരാഗ്രഹം കൂടി കോർബറ്റിനുണ്ടായിരുന്നു. തനിച്ചൊന്നുകൂടി വനപാതകളിലൂടെ സഞ്ചരിക്കണം. ഒരവസരം കൂടി പോകുന്നതിന് മുന്നേ കിട്ടുമോ എന്നറിയണം. അതിനുവേണ്ടി കോർബറ്റ് തീരുമാനിക്കുകയും തനിച്ച് ഡെൽക്കാനയിൽ നിന്നും ഹെഡാക്കാൻ റോഡിലേക്ക് യാത്ര തിരിച്ചു. പഴയ വഴി ഒഴിവാക്കി, അതായത് സ്ഥിരമായി സഞ്ചരിക്കുന്ന പാതകൾ ഒഴിവാക്കി കാട്ടുവഴികളിലൂടെയാണ് ഇത്തവണ കോർബറ്റ് സഞ്ചരിക്കുവാൻ തീരുമാനിച്ചത്. ഒരാഴ്ചയായി ഈ കടുവയെപ്പറ്റി, ഈ പെൺകടുവയെപ്പറ്റി യാതൊരു വിവരവും ഉണ്ടായിരുന്നില്ല. ഇനി എപ്പോൾ വേണമെങ്കിലും ഏതെങ്കിലും ഗ്രാമത്തിലെ ആളുകളെ ആ കടുവ ആക്രമിച്ചേക്കാം. ഒരാഴ്ചയായി യാതൊരു വേട്ടയും അവൾ നടത്തിയിരുന്നില്ല. അവൾ തികഞ്ഞ വിശപ്പിലായിരിക്കാം. ഈ യാത്ര തികഞ്ഞ അപകടകരമായ യാത്രയാണെന്നും കോർബറ്റിന് അന്നേ ദിവസം തന്നെ അറിയാമായിരുന്നു. അദ്ദേഹം പോകുന്ന വഴികളെ പറ്റിയെല്ലാം തൻ്റെ കൂടെ വന്ന സഹായികളോട് പറഞ്ഞിരുന്നു. അവിടേക്ക് കടന്നു വരണമെന്നാണ് സഹായികളോടും പറഞ്ഞിരുന്നത്. താൻ അവിടെ കാണുമെന്നും പറഞ്ഞു. അങ്ങനെ കോർബറ്റ് ഇടുങ്ങിയ വഴികളിലൂടെയും പാതകളിലൂടെയും സഞ്ചരിച്ച് ഒരു കുന്നിന്റെ മുകളിൽ എത്തിച്ചേർന്നു. വീറാകൃതിയിലായിരുന്നു ആ കുന്നിന്റെ മുകൾ ഭാഗം ഉണ്ടായിരുന്നത്. 100 വാര നീളവും 50 വാര വീതിയും അതിന് ഒത്ത നടുവിലായി മഴവെള്ളം കെട്ടി നിൽക്കുന്ന ഒരു കുളവും ഉണ്ടായിരുന്നു. മൃഗങ്ങൾ ധാരാളമായി അവിടേക്ക് വെള്ളം കുടിക്കുവാൻ വേണ്ടി വരികയും ചെയ്യുമായിരുന്നു. കോർബറ്റ് കുളത്തിന്റെ അരികിലേക്ക് നടന്നു ചെന്നു. അവിടെ കണ്ട കാൽപ്പാടുകളെല്ലാം സസൂക്ഷ്മം നിരീക്ഷിച്ചു. അവിടെ കണ്ട കാൽപ്പാടുകൾ കോർബറ്റിനെ നെഞ്ചുലയ്ക്കുവാൻ പോകുന്ന ഒന്നായിരുന്നു. അതെ, പുതുതായി അവിടെ പതിഞ്ഞ കടുവയുടെ കാൽപ്പാടുകൾ. താൻ തേടി നടന്ന ആ നരഭോജിയായ പെൺ കടുവയുടെ കാൽപ്പാടുകൾ. അത് അല്പസമയം മുന്നേ ആയിരിക്കാം ഇവിടെ നിന്നും പോയത്. അതായത് താനിപ്പോൾ കടന്നു വന്ന വഴിയിലൂടെ തന്നെ ആയിരിക്കാം ആ കടുവയും ഇവിടേക്ക് വന്നത്. തൻ്റെ ശബ്ദം കേട്ടറിഞ്ഞുകൊണ്ടായിരിക്കാം അവൾ വലതുവശത്തേക്ക് മാറിപ്പോയത്. അവളെ കാണാൻ കിട്ടിയ ഒരവസരം എനിക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു. കോർബറ്റ് ചുറ്റുപാടും നല്ല പോലെ ഒന്ന് നിരീക്ഷിച്ചു. ഉറപ്പാണ് ആ കടുവ എന്നെ കണ്ടിരിക്കാം. അവൾ വിചാരിച്ചത് കോർബറ്റ് ഈ കുളത്തിന്റെ അരികിലേക്ക് വെള്ളം കുടിക്കുവാൻ വന്നു എന്നായിരിക്കാം. ചുറ്റുപാടും എവിടെയോ മറഞ്ഞിരുന്നു കൊണ്ട് അവൾ എന്നെ ഇപ്പോൾ നോക്കിക്കാണുകയായിരിക്കാം. കോർബറ്റ് സാധാരണ വേഗത്തിൽ ആ കുളത്തിന്റെ അരികിലേക്ക് ധൃതിപ്പെട്ട് നടന്നു. നരഭോജിയായ കടുവയുടെ ശ്രദ്ധ തന്നിലേക്ക് പിടിച്ചു പറ്റുക എന്ന ഒറ്റ ലക്ഷ്യം മാത്രമായിരുന്നു കോർബറ്റിന് അപ്പോൾ ഉണ്ടായിരുന്നത്. തൻ്റെ കണ്ണുകൾ ആ കടുവ കാണാതിരിക്കുവാൻ വേണ്ടി തൻ്റെ തൊപ്പിക്കൊണ്ട് കണ്ണ് മറച്ചു വെച്ചു. ആ കുളത്തിന്റെ അരികിലേക്ക് ചെന്ന് നല്ല ശബ്ദത്തിൽ തന്നെ വെള്ളം കോരി തൻ്റെ മുഖത്തേക്ക് ഒഴിച്ചു. അവിടെ ഇവിടെയെല്ലാം നടന്ന് ചിതറിക്കടന്ന വിറകുകളെല്ലാം പെറുക്കിയെടുത്തു. അതിനുശേഷം അടുത്തുണ്ടായിരുന്ന ഒരു പാറയുടെ മുകളിലേക്ക് കൊണ്ടിട്ടു. ഉച്ചത്തിൽ ചുമച്ചു. പതിയെ ആ വിറകിന് തീ കത്തിച്ചു. കോർബറ്റ് തൻ്റെ കയ്യിൽ കരുതിയിരുന്ന തൻ്റെ പ്രിയപ്പെട്ട പൈപ്പ് തൻ്റെ ജാക്കറ്റിൽ നിന്നും എടുക്കുകയും അതിലേക്ക് പതിയെ തീ പകർന്ന് അത് വലിച്ചുകൊണ്ട് ആ പാറയുടെ മുകളിൽ അങ്ങനെയിരുന്നു.
ചുറ്റുപാടും പതിയെ നോക്കി അദ്ദേഹം ആസ്വദിച്ച് വലിച്ചു തീർത്തു. അദ്ദേഹം പൈപ്പ് വലിച്ചു കഴിഞ്ഞ ഉടനെ തന്നെ അത് വൃത്തിയാക്കി തിരികെ തന്റെ പോക്കറ്റിലേക്ക് മടക്കി വെച്ചു. അതിനുശേഷം അവിടെ ഉണ്ടായിരുന്ന ഒരു പാറയുടെ മുകളിലേക്ക് കിടന്നു. കോർബറ്റിന്റെ ഇടത് കൈ തലയുടെ പുറകിലേക്ക് വെച്ച് വലത് കൈയിൽ തന്റെ തോക്കും പിടിച്ച് റിവോൾവറിൽ ചൂണ്ടുവിരലും വെച്ചുകൊണ്ടാണ് അദ്ദേഹം അവിടെ കിടന്നിരുന്നത്. താൻ കിടക്കുന്ന പാറയുടെ താഴത്തെ മറവിലൂടെ കടുവ തന്നിലേക്ക് വരാം എന്ന നിഗമനത്തിലായിരുന്നു കോർബറ്റ് അവിടെ കിടന്നിരുന്നത്. കാരണം താൻ കിടക്കുന്ന പാറയിൽ നിന്നും 20 വാര ദൂരെ ഇടതൂർന്ന കുറ്റിക്കാടുകൾ ചേർന്ന് ഒരു വലിയ മറയുണ്ടാക്കിയിരുന്നു. അങ്ങനെ സമയം പതിയെ മുന്നിലേക്ക് പോയി. കോർബറ്റിനെ വ്യക്തമായി അറിയുവാൻ സാധിച്ചു ആ കടുവ അവിടെ എവിടെയോ മറിഞ്ഞിരുന്ന് തന്നെ ഉറ്റുനോക്കുകയാണെന്ന്. നമ്മൾ മുന്നേയുള്ള കോർബറ്റിന്റെ പല കഥകളിലും പറഞ്ഞിട്ടുണ്ട്. കോർബറ്റിന്റെ മാത്രമല്ല, ആൻഡേഴ്സന്റെ പല കഥകളിലും പറഞ്ഞിട്ടുണ്ട് ഈ സിക്സ് സെൻസിനെ പറ്റി. അതുപോലെ കോർബറ്റിനും അറിയുവാൻ സാധിച്ചിരുന്നു കടുവ തന്നെ നിരീക്ഷിക്കുന്നുണ്ട് എന്ന്. ഇനിയും തന്റെ ആളുകൾ ഇവിടേക്ക് എത്തുവാൻ 1/2 മണിക്കൂർ കൂടുണ്ട്. അതിനു മുന്നേ ഈ കടുവ ഇവിടേക്ക് എത്തിയാൽ, തന്നെ ആക്രമിച്ചാൽ അവനെ വകവരുത്താം. സമയം പതിയെയാണ് ഇഴഞ്ഞു നീങ്ങുന്നത്. തനിക്ക് ചുറ്റുമുള്ള കാടുകൾ നിശബ്ദമായി. പുല്ലുകൾ അനങ്ങുന്നില്ല. ചീൽക്കാര ശബ്ദമൊന്നും കേൾക്കുന്നുമില്ല. രക്തം മരവിച്ചു പോകുന്ന നിശബ്ദതയായിരുന്നു കോർബറ്റിന് അപ്പോൾ അനുഭവിക്കുവാൻ കിടന്നത്. പതിയെ ഭയം കോർബറ്റിനെ പിടിമുറുക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു. കോർബറ്റിന്റെ ഇടത് കൈ മരവിച്ചു. പതിയെ കൈ തലയുടെ പുറകിൽ നിന്നും എടുത്ത് ഒന്ന് കുടഞ്ഞതിന് ശേഷം വീണ്ടും അവിടേക്ക് തന്നെ വെച്ചു. പ്രതീക്ഷ കൈവിട്ടില്ല. ഓരോ സമയവും വിലപ്പെട്ടത് തന്നെയാണ്. അങ്ങനെ 1/2 മണിക്കൂറുകൾ കൂടി കടന്നുപോയി. കടുവയുടെ യാതൊരു വിവരവും കോർബറ്റിന് ലഭിച്ചില്ല. അങ്ങ് ദൂരെ നിന്നും തന്റെ ആളുകൾ വരുന്ന ശബ്ദം കോർബറ്റിനെ വ്യക്തമായി കേൾക്കാൻ കഴിയുന്നുണ്ട്. ഇപ്പോൾ ഉച്ചത്തിൽ പാട്ടുപാടിയും പൊട്ടിച്ചിരിച്ചുകൊണ്ടും കഥകൾ പറഞ്ഞുകൊണ്ടുമാണ് അവർ അവിടെ നിന്നും നടന്നു വരുന്നത്. കോർബറ്റ് പതിയെ പാറയുടെ പുറത്തേക്ക് എഴുന്നേറ്റിരുന്നു. അവർ ഒരു വളവ് തിരിഞ്ഞപ്പോൾ മാത്രമാണ് ആളുകളെ കോർബറ്റിന് കാണാൻ കഴിഞ്ഞത്. അതെ, ഒരു പക്ഷേ താൻ വന്നപ്പോഴും ആ വളവ് തിരിഞ്ഞ ശേഷമായിരിക്കാം കടുവയും തന്നെ കണ്ടിരിക്കുന്നത്. കോർബറ്റ് ആ നിഗമനത്തിൽ എത്തിച്ചേർന്നു. ഇനിയും ആ നരഭോജിയായ പെൺകടുവ, ചോഗർ കടുവ ഇനിയും എൻ്റെ മുന്നിലേക്ക് വരില്ല. അവിടേക്കെത്തിയ ആളുകൾ എനിക്ക് സലാം പറഞ്ഞ ശേഷം അവിടെ അല്പസമയം ഇരുന്ന് വിശ്രമിച്ചു. കുറച്ച് സമയത്തിന് ശേഷം കോർബറ്റും ആ സംഘവും മലയുടെ മുകളിലേക്ക് നടന്നു നീങ്ങി. ഇവിടെ നിന്നും 20 മൈൽ ദൂരമുണ്ട് ഹെഡ്ഖാന ഫോറസ്റ്റ് റെസ്റ്റ് ഹൗസിലേക്ക്. അവിടെ ലക്ഷ്യമാക്കിയാണ് കോർബറ്റും സംഘവും നടന്നു പോകുന്നത്. അവിടേക്ക് പോകുന്ന റോഡ് ഇടതൂർന്ന കാടുകളാൽ ചുറ്റപ്പെട്ട പ്രദേശമാണ്. കോർബറ്റ് തനിക്കൊപ്പം വന്ന ആളുകളെ മുന്നിൽ നയിച്ചുകൊണ്ട് താൻ ഏറ്റവും പിന്നിൽ തന്റെ റൈഫിലുമായി നടന്നു. ഇതിന് മുന്നേ ചെയ്ത ഒരു കഥയിൽ ഇതെന്തുകൊണ്ടാണ് കോർബറ്റ്, അതായത് ഒരു വേട്ടക്കാരൻ തന്റെ ആളുകളെ മുന്നിൽ വിട്ടുകൊണ്ട് പിന്നിൽ വരുന്നതെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത് കേൾക്കാത്തവരോട് ഒന്നുകൂടി പറഞ്ഞു തരാം. ഒരു കടുവ അല്ലെങ്കിൽ നരഭോജിയായ മൃഗങ്ങൾ ആക്രമിക്കുന്നത് ഒറ്റയ്ക്ക് പോകുന്ന ആളുകളെ ആയിരിക്കാം. ഉദാഹരണം പറയുകയാണെങ്കിൽ, ഒരു കാളവണ്ടി സംഘം അല്ലെങ്കിൽ ഒരു കൂട്ടം ആളുകൾ നടന്ന് വനത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ അവർക്ക് ഏറ്റവും പിന്നിൽ വരുന്ന ആളെയായിരിക്കാം കടുവ ആക്രമിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഒരു വേട്ടക്കാരൻ നരഭോജിയായ കടുവകളോ പുലികളോ വാഴുന്ന വനത്തിലൂടെ പോകുമ്പോൾ ആളുകളെ മുന്നിൽ നയിച്ചുകൊണ്ട് പിന്നിൽ തൻ്റെ തോക്കുമായി വരുന്നത്. കാരണം കടുവ ആക്രമിക്കുകയാണെങ്കിൽ തന്നെ മാത്രമേ ആക്രമിക്കുകയുള്ളൂ. തനിക്ക് അത് മനസ്സിലാക്കുവാൻ സാധിക്കുകയും അതിനെ വെടിയുതിർക്കുവാൻ കിട്ടുന്ന അവസരം പാഴാകുകയും ചെയ്യില്ല. ആ ലക്ഷ്യം ഒന്ന് മുന്നിൽ കണ്ടുകൊണ്ടാണ് കോർബറ്റ് ഏറ്റവും പിന്നിൽ നടന്നത്. അങ്ങനെ കോർബറ്റും സംഘവും ആ പാതയിലൂടെ 2 മൈൽ നടന്നു ചെന്നപ്പോൾ റോഡിന്റെ അരികിലായി എരുമയെ മേയ്ക്കുന്ന ഒരു ഇടയനെ കാണാൻ കോർബറ്റ് ഇടയായി. ഇടയനോട് ചോദിച്ചു, ഞങ്ങൾക്ക് പ്രാതൽ കഴിക്കുവാൻ സമയമായി, നിങ്ങളുടെ കൈവശം വെള്ളമുണ്ടോ എന്ന്. അയാൾ പറഞ്ഞു, എൻ്റെ കയ്യിൽ വെള്ളമൊന്നുമില്ല. ഇവിടെ അടുത്തുള്ള ഒരു മലയുടെ താഴെ ഒരു അരുവി ഉണ്ടെന്നും അവിടെ പോയാൽ നിങ്ങൾക്ക് വെള്ളം കിട്ടുമെന്നും അയാൾ പറഞ്ഞു. അതിനൊപ്പം അയാൾ ഒരു കാര്യം കൂടി ചോദിച്ചു. ഞങ്ങൾ ആരാണെന്ന കാര്യം അദ്ദേഹത്തിന് നല്ല പോലെ തന്നെ അറിയാമായിരുന്നു. അയാൾ എന്നോട് ചോദിച്ചു, നരഭോജിയായ കടുവയെക്കുറിച്ച് കുറച്ച് കാലമായ ഒരു അറിവുമില്ലല്ലോ. ആ കടുവ ഇനി മറ്റേതെങ്കിലും ഭാഗത്തേക്ക് പോയി കാണും. അതിന് ഉത്തരം കോർബറ്റ് നൽകിയത് ഇങ്ങനെയായിരുന്നു: നിങ്ങൾ ഒരിക്കലും അങ്ങനെ കരുതരുത്. അവൻ ഇവിടെ തന്നെയുണ്ട്. അവൻ്റെ പുതിയ കാലടയാളങ്ങൾ ഞാൻ ഇപ്പോൾ അടുത്തുണ്ടായിരുന്ന ഒരു അരുവിയുടെ ഭാഗത്തു നിന്നും കണ്ടതേയുള്ളൂ. നിന്റെ എരുമകളെയും കൂട്ടി എത്രയും വേഗം ഗ്രാമത്തിലേക്ക് പോയിക്കോളൂ. ഇവിടെ നിൽക്കുന്നത് അപകടമാണ്. ഈയൊരു മുന്നറിയിപ്പായിരുന്നു കോർബറ്റ് അയാൾക്ക് നൽകിയത്. തൻ്റെ കൈവശം കരുതിയിരുന്ന ഒരു സിഗരറ്റ് ആ ബ്രാഹ്മണന് സമ്മാനമായി കൊടുക്കുകയും വീണ്ടും മുന്നറിയിപ്പ് നൽകുകയും ചെയ്തു. അത് കഴിഞ്ഞ് കോർബറ്റും സംഘവും അവിടുന്ന് നടന്നു. പിന്നീട് ഒരിക്കൽ ഗ്രാമത്തിലെ ആളുകളിൽ നിന്നും ഈ മനുഷ്യന് എന്താണ് സംഭവിച്ചതെന്ന് കോർബറ്റ് അറിയുവാൻ ഇടയായി.
മരിക്കുന്നതിന് മുന്നേ അയാൾ പറഞ്ഞ വിവരമാണ് ഇനിയും പറയുവാൻ പോകുന്നത്. അതായത് ഗ്രാമത്തിലെത്തി അയാൾ ഗ്രാമീണരോട് പറഞ്ഞ കാര്യം. കോർബറ്റ് തനിക്ക് ഒരു സിഗരറ്റ് നൽകി. തന്നോട് ഇവിടുന്ന് പോകുവാൻ പറഞ്ഞതിന് ശേഷം കോർബറ്റ് അവിടെ നിന്നും നടന്നകന്നു. അദ്ദേഹം കണ്ണിന് മുന്നിൽ നിന്നും മാഞ്ഞു. കോർബറ്റ് എനിക്ക് സമ്മാനമായി നൽകിയ സിഗരറ്റ് പതിയെ എൻ്റെ ചുണ്ടോട് ചേർത്ത് വെച്ചു. എൻ്റെ കയ്യിലിരുന്ന മാച്ച് ബോക്സിൽ നിന്നും ഒരു സ്റ്റിക്ക് എടുത്ത് ഉരച്ചു കത്തിക്കുവാൻ ശ്രമിച്ചു. പക്ഷേ കാറ്റുണ്ടായതിനാൽ അത് കത്തിയില്ല, അണഞ്ഞു. ഞാൻ മുന്നോട്ടാഞ്ഞ് താഴോട്ട് കുനിഞ്ഞിരുന്ന് വീണ്ടും സിഗരറ്റ് ഉരച്ചു. സിഗരറ്റിന് തീ കൊളുത്തുവാൻ തുനിഞ്ഞ സമയത്ത് എൻ്റെ പിന്നിലൂടെ എന്തോ ഒന്ന് എൻ്റെ ചാടി എൻ്റെ തോളിൽ കടിച്ചത് ഞാൻ അറിഞ്ഞു. ഞാൻ ഉച്ചത്തിൽ നിലവിളിച്ചു. ഉറക്കെ കോർബറ്റ് സാഹിബിനെ വിളിച്ചു. എന്നാൽ അദ്ദേഹം കേൾക്കുന്നുണ്ടായിരുന്നില്ല. കാരണം എൻ്റെ ശബ്ദം എത്തുന്നതിനും അപ്പുറമായിരുന്നു അദ്ദേഹം ഇപ്പോൾ എത്തിയിരുന്നത്. എന്നാൽ തന്നെ സഹായിക്കുവാൻ വേണ്ടി ആ ഇടയൻ പോറ്റി വളർത്തിയ തൻ്റെ ഓമനകളായ ഇരുമകൾ അവിടേക്ക് പാഞ്ഞെത്തി. തൻ്റെ നിലവിളി കേട്ടായിരിക്കാം, തൻ്റെ യജമാനൻ്റെ നിലവിളി കേട്ടായിരിക്കാം ആ ഇരുമകൾ കൂട്ടത്തോടെ അവിടേക്ക് എത്തിയത്. കടുവയെ അവിടുന്ന് തുരത്തിയത്. ഇടയൻ്റെ തോള് ആ കടുവ കടിച്ച് പറിച്ചിരുന്നു. തോള് ഒടിഞ്ഞു തൂങ്ങിയിരുന്നു. അദ്ദേഹത്തിന് നടക്കുവാൻ പോലും കഴിയാതെ തൻ്റെ എരുമയുടെ പുറത്ത് കയറിയാണ് അയാൾ ഗ്രാമത്തിലെത്തിയത്. കോർബറ്റ് തന്നോട് പറഞ്ഞ സംഭവവും തനിക്കുണ്ടായ സംഭവവുമെല്ലാം ഗ്രാമത്തിലെ ആളുകളോട് പറഞ്ഞു. അതിനുശേഷം ഹെൽദ്വാനി എന്ന അടുത്തുള്ള ഗ്രാമത്തിലേക്ക് അദ്ദേഹത്തെ കൊണ്ടുപോയി. ചികിത്സക്കിടയിൽ വെച്ച് തന്നെ അദ്ദേഹം മരിച്ചു. ചിലപ്പോഴൊക്കെ വിധി വിചിത്രമായ കളികൾ കളിക്കും. നരഭോജി ലക്ഷ്യമിട്ടത് എന്നെയാണ്. അതെനിക്ക് അറിയുവാനും സാധിച്ചു കഴിഞ്ഞിരുന്നു. പക്ഷേ ഇവിടെ അവൻ ഇരയായി തീർന്നത് ആ സാധുവായ മനുഷ്യനാണ്. അദ്ദേഹത്തിന്റെ നിമിഷങ്ങളുടെ ഒരു അശ്രദ്ധ മാത്രമാണ് അയാളുടെ ജീവൻ പൊലിഞ്ഞു പോകുവാൻ കാരണമാക്കിയത്. കാട്ടിൽ വീണ്ടും ചോര മണക്കുവാൻ തുടങ്ങിയത്. പിന്നെ പിറ്റേ വർഷം, അതായത് ഫെബ്രുവരിയിൽ വീണ്ടും ഡെൽക്കാണയിലേക്ക് കോർബറ്റ് മടങ്ങിയെത്തി. അദ്ദേഹം ഇവിടെ നിന്ന് പോയ ആ കാലയളവ് കൊണ്ട് തന്നെ നിരവധി പേരാണ് മരണപ്പെട്ടത്. നിരവധി പേർക്കാണ് പരിക്ക് പറ്റിയത്. കടുവ ഈ പ്രദേശം വിട്ട് മറ്റ് സ്ഥലങ്ങളിലേക്കും തൻ്റെ ആക്രമണം അപ്പോഴേക്കും വ്യാപിപ്പിച്ചിരുന്നു. ഡെൽക്കാണയിൽ എത്തിയപ്പോൾ തന്നെ കോർബറ്റിനെ കാണുവാൻ ഗ്രാമത്തിലെ ആളുകൾ അവിടേക്ക് എത്തിയിരുന്നു. ഒരു വിവരം പറയുവാൻ വേണ്ടിയായിരുന്നു ഗ്രാമത്തിലെ ആളുകൾ കോർബറ്റിനെ കാണുവാൻ വേണ്ടി അവിടെ എത്തിയത്. ഒരു പശുവിനെ കടുവ പിടിച്ചു എന്ന വാർത്ത പറയുവാൻ. മേയ്ക്കുവാൻ കൊണ്ടുപോയവർ വളരെ വ്യക്തമായി തന്നെ ആ കടുവയെ കണ്ടു എന്നും കോർബറ്റിനോട് പറഞ്ഞു. മരിച്ച പശുവിന്റെ ജഡം കിടക്കുന്നത് ഒരു തുറന്ന മൈതാനിയിലാണെന്നും കോർബറ്റിനോട് അവർ പറഞ്ഞു. തന്റെ കൂടാരത്തിൽ നിന്നും ആ ദിശയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരു കാര്യം കോർബറ്റിനെ വ്യക്തമായി തന്നെ കാണാം. കുറച്ച് കഴുകന്മാർ വട്ടമിട്ട് ആകാശത്ത് പറക്കുന്നു. അതുപോലെ തന്നെ അടുത്തുള്ള മരങ്ങളിലുമെല്ലാം കഴുകന്മാർ ഇരിക്കുന്നു. കോർബറ്റ് ചിന്തിച്ചു, എന്തുകൊണ്ടാണ് കഴുകന്മാർ താഴേക്കിറങ്ങി ആ ശരീരം കൊത്തി തിന്നാത്തതെന്ന്. ഒരു പക്ഷേ ഇതിന് പിന്നിൽ കടുവയല്ല, ഒരു പുലിയായിരിക്കാമെന്നും കോർബറ്റ് കരുതി. കാരണം പുലി അതിന് മുകളിൽ നിന്ന് ഭക്ഷിക്കുന്നത് കൊണ്ടായിരിക്കാം കഴുകന്മാർ താഴേക്ക് പറന്നിറങ്ങാത്തത്. കോർബറ്റ് സംഭവം നടന്ന സ്ഥലത്തേക്ക് പോകുവാൻ തീരുമാനിക്കുന്നു. എന്നാൽ ഒരു പ്രശ്നമുണ്ട്. അവിടേക്ക് പോകുന്നത് ഇടതൂർന്ന കുറ്റിക്കാടുകൾ നിറഞ്ഞ സ്ഥലത്തു കൂടിയാണ്. അതുവഴി കടന്നു പോകുന്നത് അപകടം വിളിച്ചു വരുത്തും. കാരണം അവിടെ എവിടെയെങ്കിലും നരഭോജി മറഞ്ഞിരിക്കുന്നുണ്ടെങ്കിൽ തന്നെ ആക്രമിച്ചേക്കാം. ഇനിയും വലതുവശത്തുള്ള പുൽ മൈതാനിയിലൂടെ പോകുക എന്നതാണ്. എന്നാൽ അതുവഴി പോകുകയാണെങ്കിൽ ആ പുലി തന്നെ വ്യക്തമായി കാണുകയും അത് രക്ഷപ്പെടുകയും ചെയ്യും. അതും ഒഴിവാക്കണം. പിന്നെ ചിന്തിച്ചപ്പോൾ അടുത്തുള്ള പാറക്കെട്ടിനടുത്തുകൂടി പാറകൾക്ക് മുകളിലൂടെ കടന്നു പോകുന്നതാണ് സുരക്ഷിതമെന്ന് കോർബറ്റിന് മനസ്സിലായി. ഈ പാറക്കെട്ടുകൾ കടന്നു പോകുന്നത് നന്ദൂർ നദിയിലേക്കാണ്. ഇര കിടക്കുന്ന സ്ഥലത്തിനടുത്ത് തന്നെയാണ് ഈ പാറകിടക്ക്. അതിനരികിൽ തന്നെയുള്ള മരത്തിലാണ് കഴുകന്മാർ ഇരിക്കുന്നതും. കോർബറ്റ് ഈ വിവരം ഗ്രാമത്തിലെ ആളുകളെ അറിയിച്ചു. തൻ്റെ കൂടെ അവിടേക്ക് വരുവാൻ, ആ സ്ഥലത്തെപ്പറ്റി കൂടുതൽ വിവരങ്ങൾ അറിയാവുന്ന ആരെങ്കിലും തനിക്ക് വഴികാട്ടി അവിടേക്ക് വരണമെന്ന് കോർബറ്റ് ആവശ്യപ്പെട്ടു. കോർബറ്റിന്റെ കൂടെ ഉണ്ടായിരുന്നവർ കോർബറ്റിനുള്ള ചായ ഉണ്ടാക്കുകയായിരുന്നു. ആ സമയം നേരം വൈകുന്നതിന് മുന്നേ തന്നെ കോർബറ്റ് ഒരു ഗ്രാമീണനെ കൂട്ടി അവിടേക്ക് പോകുവാൻ തീരുമാനിച്ചു. പോകുന്നതിന് മുന്നേ ഒരു കാര്യം വ്യക്തമായി തന്നെ പറഞ്ഞു. സന്ധ്യയ്ക്ക് മുന്നേ ഞാൻ കാര്യം നടത്തി തിരികെ വരാൻ ശ്രമിക്കും. വെടിവെച്ച് കേട്ട് കഴിഞ്ഞാൽ ഇവിടുന്ന് ആളുകളെ കൂട്ടി സൂക്ഷിച്ച് അവിടേക്ക് വരണം. വെടിവെച്ചൊന്നും കേട്ടില്ല എങ്കിൽ നിങ്ങൾ നൈനിറ്റാലിലേക്ക് വിവരം നൽകണം. ഒരു തിരച്ചിൽ സംഘത്തെ അയക്കുവാനും പറയണം. ഇത്രയും കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷം കോർബറ്റും ഗ്രാമീണനും അവിടേക്ക് യാത്ര തിരിച്ചു. അതികഠിനമായ യാത്രയായിരുന്നു കോർബറ്റ് നേരിട്ടത്. കുത്തനെയുള്ള കയറ്റവും കുത്തനെയുള്ള ഇറക്കവും പാറക്കല്ലിലൂടെ സൂക്ഷിച്ചു വേണം മുന്നിലേക്ക് നീങ്ങുവാൻ. വഴുക്കിലുള്ള പാറക്കല്ലുകൾ ഉണ്ട്. അതിൽ ചവിട്ടിയാൽ നേരെ നിലത്തേക്ക് വീഴും.
മഗോയ ചെടികൾ നിറഞ്ഞ വഴിയിലൂടെ കോർബറ്റ് മുന്നിലേക്ക് നടന്നു. കാറ്റ് ശക്തമായി വീശുന്നുണ്ട്. അദ്ദേഹത്തിന്റെ വേഗത കുറയുന്നുമുണ്ട്. അങ്ങനെ അവസാനം കുത്തനെയുള്ള കയറ്റം കയറി നമ്മൾ മുന്നേ പറഞ്ഞ കഴുകന്മാരിരിക്കുന്ന മരത്തിന്റെ അരികിലേക്ക് കോർബറ്റും ആ ട്രാക്കറും എത്തി. കോർബറ്റ് ഇപ്പോൾ നിൽക്കുന്ന മരത്തിന്റെ ആ ഭാഗത്തു നിന്ന് നോക്കുമ്പോൾ ആ പശുവിനെ കാണാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. എന്നാൽ ദൂരെ നിന്ന് നോക്കിയപ്പോൾ മരവും പശുവും ഒരേ നിരയിലാണെന്ന് തോന്നി. എന്തോ ഇടയിലുള്ള ഭാഗം കാഴ്ച മറയ്ക്കുന്നുണ്ട്. മുന്നോട്ടൊന്നും കാണുവാൻ കഴിയുന്നില്ല. അവിടേക്ക് പോകണമെങ്കിൽ ഇനിയും ചുറ്റി വളഞ്ഞ് സഞ്ചരിക്കണം. ഇപ്പോൾ ആ കടുവയോ പുലിയോ പിടിച്ചിട്ട പശു കിടക്കുന്നത് ഞാൻ നിൽക്കുന്ന ഭാഗത്തു നിന്നും ഏകദേശം 20 വാര അകലെയാണ്. അത് ചിലപ്പോൾ നരഭോജിയായ കടുവയോ അല്ലെങ്കിൽ ഏതോ പുലിയോ ആകാം. മരത്തിൽ കയറി വീക്ഷിക്കാം എന്നത് അപകടമാണ്. കാരണം അവിടേക്ക് കയറുകയാണെങ്കിൽ കഴുകന്മാർ ശബ്ദമുണ്ടാക്കി പറക്കും. 20-ലധികം കഴുകന്മാർ ഇപ്പോൾ ഞാൻ നിൽക്കുന്ന ഈ മരത്തിന് മുകളിലുണ്ട്. എന്തു ചെയ്യണമെന്ന കോർബറ്റ് ചിന്തിച്ചു നിൽക്കുന്ന സമയം പാറയുടെ വശത്തേക്ക് ചാഞ്ഞു നിന്ന കൊമ്പ് കോർബറ്റിന്റെ ശ്രദ്ധയിൽപ്പെടുന്നു. അവിടേക്ക് എത്തിപ്പിടിക്കുവാൻ ശ്രമം നടത്തുന്നുണ്ടെങ്കിലും അതിന് സാധിക്കുന്നില്ല. 10 അടി ഉയരെയാണ് ആ കൊമ്പ് നിൽക്കുന്നത്. തന്റെ റൈഫിൽ ഉപയോഗിച്ച് എത്തിപ്പിടിക്കുവാൻ നോക്കിയിട്ടും അത് എത്തുന്നുണ്ടായിരുന്നില്ല. പെട്ടെന്ന് കോർബറ്റ് ആഗ്രഹിച്ച ഒരു സംഭവം അവിടെ ഉണ്ടായി. കഴുകന്മാർ കൊമ്പിലിരുന്ന് തമ്മിൽ കൊത്തി ശബ്ദമുണ്ടാക്കുന്ന നല്ലൊരു അവസരം കോർബറ്റിന് വീണ് കിട്ടി. ഈ അവസരം പ്രയോജനപ്പെടുത്തി തന്നെ കോർബറ്റ് ആ മരത്തിലൂടെ മുകളിലേക്ക് കയറുന്നു. മരത്തിന്റെ ശിഖരങ്ങൾ തമ്മിൽ പിരിയുന്ന ഭാഗത്ത് കോർബറ്റ് ഇരിപ്പുറപ്പിക്കുന്നു. അവിടെ നിന്നും ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ആ പശുവിന്റെ ജഡം വളരെ വ്യക്തമായി തന്നെ അദ്ദേഹത്തിന് കാണാൻ കഴിയുന്നുണ്ട്. അതേ ഇരിപ്പ് തന്നെ 10 മിനിറ്റ് ആ മരത്തിൽ കോർബറ്റ് ഇരിക്കുന്നു. തന്റെ കൂടെ അവിടേക്ക് എത്തിയ ട്രാക്കറോട് അവിടെ തന്നെ കാത്തു നിൽക്കുവാൻ പറഞ്ഞു. കോർബറ്റ് ആ പശുവിനെ തന്നെയാണ് ഇപ്പോൾ നോക്കി നിൽക്കുന്നത്. തന്റെ മരത്തിലിരുന്ന 2 കഴുകന്മാർ താഴേക്ക് പറന്നിറങ്ങുകയും ആ പശുവിന്റെ അരികിലേക്ക് പതിയെ പതിയെ ചിറകിട്ടടിച്ച് നടന്നു ചെല്ലുകയും ചെയ്തു. പിന്നെ വളരെ വേഗം അവിടെ നിന്നും പറന്ന് വീണ്ടും ആ മരത്തിലേക്ക് തിരിച്ചെത്തുന്നു. കോർബറ്റിന്റെ കാത്തിരിപ്പിന് വിരാമം ഇട്ടുകൊണ്ട് തന്നെ അവിടെ ഉണ്ടായിരുന്ന കുറ്റിക്കാടിൽ നിന്നും ഒരു ആൺപുലി പുറത്തേക്ക് വന്നു. അതിമനോഹരമായ കാഴ്ച തന്നെയാണ് അത് കോർബറ്റിന് ഏകിയത്. ഇന്ത്യയിലെ കാടുകളിലെ ഏറ്റവും മനോഹരമായ മൃഗം കോർബറ്റ് പറയുന്നത് പ്രകാരം അതൊരു പുലി തന്നെയാണ്. അതിൻ്റെ സൗന്ദര്യം മാത്രമല്ല, അതിൻ്റെ ധൈര്യവും ശക്തിയും അതിലുപരിയുണ്ട്. ആ മനോഹരമായ കാഴ്ച ആസ്വദിച്ച് അല്പസമയം ആ മരത്തിൽ അതിനെ തന്നെ നോക്കി കോർബറ്റ് നിന്നു എന്നാണ് പറയുന്നത്. നിങ്ങൾക്ക് ഈ പുലി ഏതാണെന്ന് ഓർമ്മയുണ്ടോ? കഴിഞ്ഞ തവണയും കോർബറ്റ് ഇതിനെ വെടിവെക്കുവാൻ പോയതാണ്. എന്നാൽ ഗ്രാമത്തിൽ കടുവയുടെ ആക്രമണം ഉണ്ടായതോടെ അങ്ങോട്ടേക്ക് കോർബറ്റിന് പോകേണ്ടി വന്നതുകൊണ്ടാണ് ഇപ്പോഴും ഈ പുലി ഇവിടെ ജീവനോടെ ഇരിക്കുന്നത്. അന്ന് ഗ്രാമത്തിലെ ആളുകൾക്ക് താൻ വാക്ക് കൊടുത്തതാണ്, ഈ പുലിയെ കൊല്ലുമെന്ന്. നിന്റെ ജീവൻ അവസാനിച്ചല്ലോടാ കൊച്ചനെ എന്ന് പറഞ്ഞുകൊണ്ട് കോർബറ്റ് തൻ്റെ കൈവശം ഉണ്ടായിരുന്ന റൈഫിൽ ആൺപുലിക്ക് നേരെ ചൂണ്ടി. ഈ പുലിയെ കൊല്ലുവാൻ കോർബറ്റിന് ധാരാളം കാര്യങ്ങളുണ്ടായിരുന്നു. കാരണം ഈ പുലി വല്ലാതെ ഗ്രാമത്തിലെ ആളുകളുടെ ആടുമാടുകളെ കൊല്ലുന്നതും ഭക്ഷിക്കുന്നതും ഉണ്ടായിരുന്നു. അങ്ങനെ ആളുകൾ പൊറുതിമുട്ടി ഈ പുലിയെ കൊല്ലുവാൻ അപേക്ഷിച്ചത് കൊണ്ടാണ് കോർബറ്റ് ഈ പുലിയെ കൊല്ലുവാൻ തീരുമാനിച്ചത്. കാടെങ്ങും തികഞ്ഞ നിശബ്ദതയിലായി. കഴുകന്മാരുടെ ചെറുടി ശബ്ദമോ കാറ്റിൻ്റെ നാദങ്ങളോ ഒന്നും കേൾക്കാനില്ല. തികഞ്ഞ നിശബ്ദത മാത്രം. ഒരില അനങ്ങിയാൽ പോലും കേൾക്കുന്ന അത്രയും നിശബ്ദത. തൻ്റെ തോക്കിൻ്റെ കുഴൽ ഇപ്പോൾ ചൂണ്ടി നിൽക്കുന്നത് ആ പുലിയുടെ തലയിലേക്ക് തന്നെയാണ്. പിന്നെ ഒട്ടും സമയം പാഴാക്കിയില്ല. കോർബറ്റിൻ്റെ ചൂണ്ടുവിരൽ അമർന്നു. ബാറിൽ നിന്നും തിര പാഞ്ഞു. തീപ്പൊരി ചിതറി പുക പടർന്നു. അവിടെ ഉയർന്നു കേട്ട കോർബറ്റിൻ്റെ വെടിയൊച്ചയ്ക്കൊപ്പം ആ പുലി നിലം പതിച്ചു. തൻ്റെ റൈഫിലിൽ നിന്നും ഉയർന്ന വെടിയുടെ ഒച്ച ആ പുലി കേട്ടോ എന്ന് പോലും അറിയില്ല. അതിനു മുന്നേ തന്നെ ആ പുലിയുടെ ജീവൻ ആ തിര എടുത്തു. തൻ്റെ തിര കൃത്യം തറച്ചു കയറിയത് ആ പുലിയുടെ തലയോട്ടി തുളർന്ന് തലച്ചോറിനേക്കാണ്. അതിനൊന്ന് പിടയുവാൻ പോലുമുള്ള അവസരം കോർബറ്റ് നൽകിയില്ല. സാമാന്യം വലിപ്പമുള്ള ഒരു ആൺപുലി തന്നെയായിരുന്നു അത്. വാർദ്ധക്യമോ പരുക്കുകളോ ഒന്നും ആയിരുന്നില്ല ആ പുലിയെ ഇവിടേക്ക് ആകർഷിച്ചത്. സുലഭമായി കിട്ടുന്ന വളർത്തു മൃഗങ്ങൾ തന്നെയാണ്. അവസാനമായി ഇവിടെ കൊന്നിട്ടിരിക്കുന്ന ഈ പശുവിന് പിന്നിലും ഒരു കഥയുണ്ട്. ഒരു 8 വയസ്സുകാരനായ കുട്ടിയുടെ യാതനയുടെ കഥ. ഈ കഥ ഒരു പക്ഷേ നിങ്ങളുടെയും മനസ്സിനെ പിടിച്ചുലച്ചേക്കാം. ഈ ഒരു കഥ അറിഞ്ഞത് കൊണ്ട് തന്നെയാണ് കോർബറ്റ് രാത്രിയിൽ ആ പുലിയെ പിടിക്കുവാൻ തീരുമാനിച്ചത്. തൻ്റെ യാത്രാക്ഷീണം മാറ്റിവെച്ച്. ആ കുടുംബത്തിലെ ഏക മകനായിരുന്നു അവൻ, ആ 8 വയസ്സുകാരനായ ചെറുക്കൻ.
അവന്റെ അമ്മ 2 വർഷം മുൻപേ നരഭോജിയായ ആ കടുവ കൊന്നു. 1 വർഷം മുന്നേ അവന്റെ അച്ഛനെയും ആ നരഭോജി കൊന്നു. വീട്ടിലെ പ്രാരാബ്ധം മുഴുവൻ ആ 8 വയസ്സുള്ള ആ ചെറുക്കന്റെ ചുമലിലായി. തന്റെ കുടുംബം വാങ്ങിച്ച കടങ്ങളെല്ലാം വീട്ടിന്റെ ചുമതലയും ആ 8 വയസ്സ് പ്രായക്കാരനായി. അവന്റെ വീട്ടിലെ സാധനങ്ങളെല്ലാം അവൻ വിറ്റ് കടങ്ങളെല്ലാം വീട്ടി. മിച്ചം വന്നത് ആ പശു മാത്രമായിരുന്നു. അവന്റെ ചിലവുകളും അവന്റെ ജീവനോപാധിയും ആ പശു മാത്രമായിരുന്നു. ആ പശുവിനെയാണ് ഇന്ന് ഈ കടുവ കൊന്നത്. നേരം പുലർന്നപ്പോൾ തന്നെ ആ കുട്ടിയെ കാണാൻ കോർബറ്റ് പോയിരുന്നു. അവന് സമ്മാനമായ ഒരു പശുവിനെ നൽകുകയും ചെയ്തു. പിന്നെ കുറച്ച് പൈസയും അവന് കൊടുത്തു. എന്നാൽ ആ പൈസ കൈപ്പറ്റുവാൻ അവൻ തയ്യാറായില്ല. പകരം കോർബറ്റിനോട് ആവശ്യപ്പെട്ടത് ഒന്നു മാത്രമാണ്. അവനെ ഈ ഗതിയിലാക്കിയ, അവനെ അനാഥനാക്കിയ ആ കടുവയെ കൊല്ലുക എന്നത് മാത്രമായിരുന്നു ആ കുട്ടി കോർബറ്റിനോട് ആവശ്യപ്പെട്ടത്. അവന്റെ ആ ആവശ്യം കോർബറ്റ് നടത്തി കൊടുക്കാമെന്ന് അവന് വാക്ക് നൽകി. കോർബറ്റ് വാങ്ങിയ എരുമകളെ ഗ്രാമീണർ നന്നായി തന്നെയാണ് സംരക്ഷിച്ചത്. കോർബറ്റ് മടങ്ങിപ്പോയ ശേഷവും കോർബറ്റ് വാങ്ങിക്കൊടുത്ത ഈ എരുമകളെ അവർ ഇരയായി കെട്ടിയിടുമായിരുന്നു. എന്നാൽ കടുവ ഇവിടേക്ക് എത്തി അവയെ ഒന്നും ആക്രമിച്ചില്ല. അതുമാത്രമല്ല, കോർബറ്റിന് ഉറപ്പുണ്ടായിരുന്നു ഇവിടുത്തെയുള്ള ആളുകളെ ഒന്നും ആ കടുവ കൊല്ലില്ല എന്ന്. എന്നാൽ അടുത്തുള്ള ഗ്രാമങ്ങളിലെ അവസ്ഥ അങ്ങനെ ആയിരുന്നില്ല. അവിടേക്ക് ആ കടുവ പോകുകയും അവിടുത്തെ കുറെ ആളുകളെ കൊല്ലുകയും ചെയ്തു. കോർബറ്റ് ഇവിടേക്ക് മടങ്ങിയെത്തിയ വിവരവും ആ പുലിയെ കൊന്ന വിവരവും അടുത്തുള്ള ഗ്രാമങ്ങളിലെ ആളുകളും അറിഞ്ഞിരുന്നു. അങ്ങനെ അവിടെ നിന്നും ആളുകൾ കോർബറ്റിനെ കാണുവാൻ വേണ്ടി ഈ ഗ്രാമത്തിലേക്ക് എത്തുകയും അവിടെ നടന്ന സംഭവങ്ങൾ കോർബറ്റിനോട് പറയുകയും ചെയ്തു. അതുമാത്രമല്ല, അടുത്തുള്ള പാറക്കെട്ടുകളിലും അതിന്റെ വിടവുകളിലും ഗുഹകളിലുമെല്ലാം ഈ പെൺകടുവയെ കണ്ടതായും അവർ പറഞ്ഞു. അതിനാൽ കോർബറ്റ് അവിടേക്ക് വരണമെന്നും അവിടെ ക്യാമ്പ് ചെയ്യണമെന്നും ആ ഗ്രാമത്തിലെ ആളുകൾ അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടു. കോർബറ്റിന് പിന്നെ വീണ്ടും ഒന്നും ചിന്തിക്കേണ്ടതിന്റെ ആവശ്യമില്ല. ഒരു പുലിയുടെ സൗന്ദര്യം എന്താണെന്ന് താൻ അറിഞ്ഞു. അന്നത്തെ ആ രാത്രിയിൽ അതിനെ കൊല്ലുകയും ചെയ്തു. ഒരു കുട്ടിയുടെ കണ്ണുനീരും അത് ഒപ്പുവാനും തന്നെ കൊണ്ട് സാധിച്ചു. ഈ കാടുകളിലെ ജീവിതം എത്ര വേദന നിറഞ്ഞതായിരുന്നു. നരഭോജി അടുത്ത ഗ്രാമത്തിൽ മരണം വിതയ്ക്കുവാൻ തുടങ്ങി. കോർബറ്റിന്റെ അടുത്ത ലക്ഷ്യം എന്താണെന്ന് അദ്ദേഹത്തിന്റെ മുന്നിൽ തെളിഞ്ഞു വരികയും ചെയ്തു. അവിടേക്ക് വന്ന ഗ്രാമത്തിലെ ആളുകളോടൊപ്പം കോർബറ്റും സംഘവും അവർ പറഞ്ഞ അവരുടെ ഗ്രാമത്തിലേക്ക് അവർക്കൊപ്പം പോയി. ഗ്രാമത്തിലെത്തിയ കോർബറ്റ് അവർ പറഞ്ഞ ആ മലയുടെ മുകളിലേക്ക്, ആ പാറക്കെട്ടുകളുള്ള സ്ഥലത്തേക്ക് സഞ്ചരിച്ചു. പാറക്കെട്ടുകളും പാറകളുടെ വിള്ളലുകളും ഗുഹകളും പരിശോധിച്ചു. പാറയുടെ മുകളിൽ നിന്നും കാലൊന്ന് വഴുതിയാൽ മരണം ഉറപ്പാണ്. വന്നു വീഴുന്നത് പാറക്കെട്ടുകളുടെ ആഴങ്ങളിലേക്കായിരിക്കും. ഉച്ചയ്ക്ക് 2 മണി വരെ ആ പാറക്കെട്ടുകളും വിടവുകളും എല്ലാം കോർബറ്റ് പരിശോധിച്ചു. പാറകൾ നിറഞ്ഞ ഒരു പ്രദേശമായിരുന്നു അത്. അദ്ദേഹത്തെ വിശപ്പ് വല്ലാതെ വലച്ചതോടെ തിരികെ ഗ്രാമത്തിലേക്ക് മടങ്ങി. അവിടെ എത്തിയിട്ട് ഡെൽക്കാണയിലേക്ക് പോകുവാൻ തന്നെയായിരുന്നു കോർബറ്റ് തീരുമാനിച്ചത്. തൻ്റെ കൂടെ വന്നവരെ കൂട്ടി ഡെൽക്കാണയിലേക്ക് മടങ്ങുമ്പോൾ 2 പേർ കോർബറ്റിനെ കാണുവാൻ വേണ്ടി വളരെ വേഗം ഓടിയെത്തി. കോർബറ്റിനെ കണ്ട് കാര്യങ്ങൾ പറഞ്ഞു. കടുവ ഒരു കാളയെ കൊന്നു എന്ന വാർത്തയായിരുന്നു കോർബറ്റിനെ അവർ അറിയിച്ചത്. രാവിലെ പോയ പാറയിടുക്കൾ നിറഞ്ഞ ഭാഗത്തേക്കാണ് ആ കടുവ പോയതെന്നും ആളുകൾ പറഞ്ഞു. ആ 2 പേരിൽ ഒരാളോട് തിരികെ ക്യാമ്പിലേക്ക് പോകുവാനും തനിക്കുള്ള ചായയും ഭക്ഷണവും ഉണ്ടാക്കാൻ പറയുവാനും പറഞ്ഞതിന് ശേഷം മറ്റേയാൾക്കൊപ്പം സംഭവം നടന്ന സ്ഥലത്തേക്ക് കോർബറ്റ് പോയി. ഗ്രാമത്തിൽ നിന്നും 100 മീറ്റർ അകലെയാണ് സംഭവം നടന്ന സ്ഥലം. പാറക്കെട്ടുകൾ നിറഞ്ഞ പ്രദേശമാണ്. 200 അടി താഴ്ചയും 100 അടി വീതിയുമുള്ള പാറക്കെട്ടുകൾ നിറഞ്ഞ പ്രദേശമായിരുന്നു അത്. കോർബറ്റ് അവിടെ എത്തിയപ്പോഴേക്കും കഴുകന്മാർ അവിടേക്ക് പറന്നിറങ്ങി കഴിഞ്ഞിരുന്നു. കഴുകന്മാർ മാംസം മുഴുവൻ കൊത്തി ഭക്ഷിച്ചു. ഇപ്പോൾ അവിടെ അവശേഷിക്കുന്നത് കാളയുടെ തോലും കുറച്ച് എല്ലുകളും മാത്രമാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഗ്രാമത്തിൽ നിന്ന് 100 മീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ ഇവിടേക്കെന്ന്. പക്ഷേ ചുറ്റി വളഞ്ഞു വേണം പോകുവാൻ ഗ്രാമത്തിലേക്ക്. സംഭവം നടന്ന സ്ഥലവും കാര്യങ്ങളെല്ലാം കണ്ട ശേഷം വീണ്ടും കോർബറ്റ് ഗ്രാമത്തിലേക്ക് മടങ്ങി. ഗ്രാമമുഖിനെ കാണുവാൻ വേണ്ടി അദ്ദേഹത്തിന്റെ കുടിലിലേക്ക് പോകുന്നു. അദ്ദേഹത്തോട് കാര്യങ്ങളെല്ലാം വിശദീകരിച്ച് തന്നെ പറഞ്ഞു. എന്നിട്ട് കോർബറ്റ് ഒരു കാര്യം കൂടി ആവശ്യപ്പെട്ടു. ഒരു എരുമയെ നിങ്ങൾ സംഘടിപ്പിച്ചു തരണം. അതിനെ കെണിയായി നിർത്തുവാനാണ് കുറ്റിയും കയറും അടിച്ച്. ഇതിനുള്ള സജ്ജീകരണങ്ങൾ നിങ്ങൾ ചെയ്തു നൽകണം. അപ്പോഴേക്കും കോർബറ്റിന്റെ ആളുകൾ കോർബറ്റിനുള്ള ചായയും ഭക്ഷണവുമായി അവിടേക്ക് എത്തിയിരുന്നു. സന്ധ്യ ആവാറായപ്പോഴേക്കും ഗ്രാമത്തലവൻ കോർബറ്റിന് ഒരു എരുമക്കിടാവിനെ നൽകി. കോർബറ്റും സംഘവും അവിടേക്ക് പോകുന്നു. പാറക്കെട്ടുകൾ നിറഞ്ഞ ആ പ്രദേശത്തേക്ക്. അതിന്റെ അടിവാരത്ത് മണ്ണുകൾ നിറഞ്ഞ ഒരു സ്ഥലമുണ്ട്. അതുവഴി ഒരു ചെറിയ പുഴ ഒഴുകുന്നുണ്ട്. പുഴയിലേക്ക് ചരിഞ്ഞ് ഒരു പൈൻമരം വീണ് കിടക്കുന്നുണ്ട്. പൈൻമരം. അതിന്റെ തടിയിൽ അവർ കൊണ്ടുപോയ ഈ എരുമക്കുട്ടിയെ കെട്ടുന്നു.
കോർബറ്റിനൊപ്പം അവിടേക്ക് വന്ന സംഘങ്ങളോടും അതുപോലെ ഗ്രാമത്തിലെ ആളുകളോടും തിരികെ ഗ്രാമത്തിലേക്ക് മടങ്ങുവാൻ കോർബറ്റ് ആവശ്യപ്പെട്ടു. അതിന് പ്രകാരം അവർ ഗ്രാമത്തിലേക്ക് പോയി. കോർബറ്റ് ചുറ്റുപാടും നിരീക്ഷിച്ചിരുന്നു, അയാൾക്ക് ഇരിക്കുവാൻ പറ്റിയ ഏതെങ്കിലും ഒരു മരമുണ്ടോ എന്നറിയുവാൻ വേണ്ടി. എന്നാൽ അദ്ദേഹത്തിന് ഇരിക്കുവാൻ പറ്റിയ യാതൊരു മരവും ചുറ്റും ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ അവിടെ ഉണ്ടായിരുന്നത് ഒരു പാറയാണ്. പാറയിടുക്കിൽ നിന്നും മുന്നോട്ട് തെള്ളി നിൽക്കുന്ന ഒരു പാറ. അതിൽ അദ്ദേഹം കയറിയിരുന്നു. 2 അടി വീതിയും 5 അടി നീളവുമുള്ള ഒരു പാറയായിരുന്നു അത്. അത് താഴെ നിന്നും 20 അടി ഉയരത്തിലായിരുന്നു നിന്നിരുന്നത്. പാറയ്ക്ക് താഴെയുള്ള ഭാഗം കാണുവാൻ സാധിക്കില്ല. കടുവ പിന്നിൽ നിന്നും വരുമെന്നാണ് അദ്ദേഹം പ്രതീക്ഷിക്കുന്നത്. ഇപ്പോൾ എരുമ നിൽക്കുന്നത് ഇവിടെ നിന്നും ഏകദേശം 30 വാരി അകലെയും. കോർബറ്റ് തികഞ്ഞ നിശബ്ദതയോടെ അച്ചടക്കത്തോടെ ആ കല്ലിൽ അങ്ങനെ ഇരുന്നു. ചുറ്റുപാടും തൻ്റെ കണ്ണുകൾ കൊണ്ട് നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു. സൂര്യൻ അപ്പോഴേക്കും പടിഞ്ഞാറൻ ചക്രവാളത്തിലേക്ക് പോയി അസ്തമിച്ചു കഴിഞ്ഞു. എരുമാക്കുട്ടി അവിടെ അസ്വസ്ഥത പ്രകടിപ്പിക്കുവാൻ തുടങ്ങി. അത് എഴുന്നേറ്റ് നിൽക്കുന്നു. അത് കാലുകൾ നിലത്തടിക്കുകയും അസ്വസ്ഥമാകുകയും ചെയ്യുന്നു. കോർബറ്റ് സസൂക്ഷ്മം ചുറ്റുപാടും നിരീക്ഷിച്ച് നിൽക്കുന്ന സമയമാണ്. മുകളിൽ നിന്നും ഒരു കല്ല് താഴേക്ക് ഉരുണ്ടു വീഴുന്നത്. കല്ല് വന്ന ഭാഗത്തേക്ക് വെടിവെക്കുവാൻ കോർബറ്റിന് കഴിയില്ല, കാരണം അത് പിൻഭാഗത്താണ്. കോർബറ്റിന് ഇപ്പോൾ ചെയ്യുവാൻ കഴിയുന്ന ഒരു കാര്യം അവിടെ അനങ്ങാതിരിക്കുക എന്നത് മാത്രമാണ്. അദ്ദേഹം അത് തന്നെ ചെയ്തു. താഴെ കെട്ടിയിരുന്ന ആ എരുമക്കിടാവ് ഇപ്പോൾ നോക്കുന്നത് കോർബറ്റിനെയാണ്. പിന്നെ പെട്ടെന്ന് അതിൻ്റെ ഇടതുവശത്തേക്ക് നോക്കുന്നുമുണ്ട്. എരുമക്കുട്ടി ഇപ്പോൾ വല്ലാതെ ഭയക്കുന്നതും അസ്വസ്ഥത പ്രകടിപ്പിക്കുന്നതും കോർബറ്റിനെ കാണാം. ആ കയർ പൊട്ടിച്ചുകൊണ്ട് ഓടുവാൻ വേണ്ടിയാണ് അത് ശ്രമിക്കുന്നത്. അങ്ങനെ കോർബറ്റ് നിശബ്ദതയോടെ ചുറ്റുപാടും നിരീക്ഷിച്ച് നിൽക്കുന്ന സമയത്ത് പെട്ടെന്നും താഴെ നിന്നും ഒരു കടുവയുടെ തല അദ്ദേഹം കണ്ടു. കോർബറ്റ് അനങ്ങാതെ അവിടേക്ക് തന്നെ നോക്കി നിശബ്ദമായിരുന്നു. കുറച്ച് നിമിഷങ്ങൾ കൂടി മുന്നോട്ട് പോയപ്പോൾ കടുവ ഒരു ചാട്ടത്തിന് എരുമക്കിടാവിന്റെ മുകളിലേക്ക് വന്നു വീണു. എരുമ ആ കടുവയെ സൂക്ഷിച്ചു നോക്കുന്നുണ്ടായിരുന്നുവെങ്കിലും മുന്നിലൂടെയല്ല ആ കടുവ അതിനെ ആക്രമിച്ചത്, അതിൻ്റെ വശത്തുകൂടിയാണ് ആക്രമിച്ചത്. കാരണം എരുമയുടെ കൊമ്പ് കൊണ്ടുള്ള ആക്രമണം ഭയന്നുകൊണ്ടായിരിക്കണം കടുവ അതിൻ്റെ വശത്തു നിന്നും അതിൻ്റെ മുകളിലേക്ക് ചാടി വീണത്. അവിടെ വലിയ ശബ്ദങ്ങളൊന്നും ഉണ്ടായില്ല. 2 വലിയ ശരീരങ്ങൾ തമ്മിലടിക്കുമ്പോഴുണ്ടാകുന്ന ശബ്ദം മാത്രമാണ് അപ്പോൾ അവിടെ ഉയർന്നു കേട്ടത്. എരുമ അനക്കമില്ലാതെ താഴെ കിടക്കുന്നു. കടുവ അതിൻ്റെ മുകളിലിരിക്കുന്നു. അതിൻ്റെ കഴുത്തിൽ അത് കടിച്ചു പിടിച്ചിരിക്കുന്നു. കടുവ തൻ്റെ മൂർച്ചയേറിയ കോമ്പല്ലുകൾ ആ കിടാവിൻ്റെ കഴുത്തിലേക്ക് ആഴത്തിലിറക്കുന്നു. കോർബറ്റ് ഓർത്തു, കടുവ പല്ലുകൾ കൊണ്ട് കടിച്ച് കഴുത്തൊടിച്ചാണ് തൻ്റെ ഇരയെ കൊല്ലുന്നത്. അത് തന്നെയായിരിക്കാം ഇവിടെ സംഭവിക്കാൻ പോകുന്നതും. കടുവയുടെ വലതുവശം കോർബറ്റിന് നേരെയാണ് ഇപ്പോൾ ഇരിക്കുന്നത്. തൻ്റെ കൈവശം കരുതിയിരുന്ന 275 റൈഫിൾ കൊണ്ട് ശ്രദ്ധയോടെ കോർബറ്റ് ആ കടുവയ്ക്ക് നേരെ ലക്ഷ്യം വെക്കുന്നു. ഇപ്പോൾ ആ കടുവ മാത്രമാണ് തൻ്റെ മുന്നിലുള്ളത്. ഇലകൾ അനങ്ങുന്ന ശബ്ദം പോലും അദ്ദേഹം ഇപ്പോൾ കേൾക്കുന്നില്ല. ചുറ്റും നിശ്ചലമായതുപോലെയാണ് ആ സമയം കോർബറ്റിന് തോന്നിയത്. പിന്നെ സമയം പാഴാക്കാതെ തൻ്റെ കാഞ്ചിയിന്മേൽ വിരലമർത്തി. തൻ്റെ റൈഫിലിൻ്റെ ബാരലിലൂടെ തിര അതിവേഗം പാഞ്ഞു. എന്നാൽ വെടിവെച്ച് കേട്ടപ്പോൾ കടുവ എരുമയെ വിട്ടതിന് ശേഷം അത് അടുത്തുണ്ടായിരുന്ന പാറയുടെ വിടവിലേക്ക് ചാടി മാറി ഓടി. കോർബറ്റിന്റെ ലക്ഷ്യം തെറ്റിയോ എന്നൊരു തോന്നലുണ്ടായി. കടുവ തന്നെ കണ്ടിട്ടില്ല എന്ന് ഉറപ്പാണ്. അത് ഉറപ്പായും ഇവിടേക്ക് തിരികെ വരും. ഇനിയും ഞാൻ വെച്ച ആ വെടി ആ എരുമയ്ക്കായിരിക്കുമോ ഇട്ട് കൊണ്ടത്? അങ്ങനെ ഒരു തോന്നലും കോർബറ്റിന് അപ്പോൾ ഉണ്ടായി. കോർബറ്റ് 10-15 മിനിറ്റ് കൂടി അവിടെ കാത്തു നിന്നു. കോർബറ്റിന് ഇപ്പോഴും ഉറപ്പാണ് ആ കടുവ ഇവിടേക്ക് മടങ്ങിയെത്തുമെന്ന്. അങ്ങനെ കോർബറ്റ് വിചാരിച്ചതുപോലെ തന്നെ കാര്യം അവിടെ നടന്നു. പാറയിടുക്കിലേക്ക് മറിഞ്ഞ ആ കടുവ പതിയെ പുറത്തേക്ക് വരുവാൻ തുടങ്ങി. ഇപ്പോൾ കോർബറ്റിന് ആ കടുവയുടെ തല കാണുവാൻ സാധിക്കുന്നുണ്ട്. അല്പസമയം കഴിഞ്ഞപ്പോൾ കടുവ ആ പാറയിടുക്കിൽ നിന്നും മെല്ലെ മെല്ലെ പതുക്കെ പുറത്തേക്ക് കടന്നു വന്നു. ഇപ്പോൾ അദ്ദേഹത്തിന് അതിൻ്റെ രൂപം മുഴുവൻ കാണുവാൻ സാധിക്കും. അല്പസമയം അത് ചുറ്റുപാടും ഒന്ന് നിരീക്ഷിച്ച ശേഷം അവിടെ ആ കടുവ നേരത്തെ കൊന്നിട്ട ആ എരുമയുടെ ശരീരത്തിൻ്റെ അരികിലേക്ക് പതിയെ പതിയെ നടന്നു. അതിൻ്റെ പുറത്ത് കയറിയിരുന്ന് വീണ്ടും അത് ആഹരിക്കുവാൻ തുടങ്ങി. ഇത്തവണ തനിക്ക് ഉന്നം തെറ്റില്ല എന്ന കോർബറ്റിന് ഉറപ്പായിരുന്നു. വീണ്ടും അദ്ദേഹം തൻ്റെ റൈഫിൾ ഉയർത്തി ആ കടുവയ്ക്ക് നേരെ ട്രിഗർ അമർത്തിയ സമയം കടുവ താഴെ വീഴുമെന്നാണ് അദ്ദേഹം പ്രതീക്ഷിച്ചത്. എന്നാൽ കടുവ ഇടത്തേക്ക് ചാടി വീണ്ടും പാറയിടുക്കിലേക്ക് മറിഞ്ഞു. ഇപ്പോൾ കോർബറ്റിനെ കേൾക്കുവാൻ സാധിക്കുന്നത് പാറകൾ പതിയെ താഴേക്ക് വീഴുന്ന ശബ്ദമാണ്. അതെ, കടുവ മുകളിലേക്ക് കയറുകയാണ്. കോർബറ്റ് 2 തവണ വെടിവെച്ചു. നല്ല വെളിച്ചമുണ്ടായിരുന്നു. 30 വാര അകലം മാത്രമാണ് ഇരയും അദ്ദേഹവും തമ്മിൽ ഉണ്ടായിരുന്നത്. എന്നിട്ടും ലക്ഷ്യം തെറ്റിയിരിക്കുന്നു.
അദ്ദേഹത്തിന്റെ കണ്ണുകളെ തനിക്ക് വിശ്വസിക്കുവാൻ സാധിക്കുന്നില്ല. ഇനിയും തന്റെ കണ്ണുകൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് പോലും കോർബറ്റ് സംശയിച്ചു. അതോ റൈഫിലിന്റെ ആ പോയിന്റ്, അതായത് ലക്ഷ്യം വെക്കുന്ന ഭാഗത്തിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അതെല്ലാം അദ്ദേഹം പരിശോധിച്ചു. അതിനൊന്നും ഒരു പ്രശ്നവുമില്ല. എല്ലാം ശരിയായ രീതിയിലാണ്. താൻ വെടിവെച്ചതിലോ അല്ലെങ്കിൽ ലക്ഷ്യം വെച്ചതിലോ പെശകവും മൂലമാണ് 2 വെടിയുണ്ടെയും ലക്ഷ്യം കാണാതെ പോയതെന്ന് കോർബറ്റ് ഉറപ്പിച്ചു. മൂന്നാമതും കടുവ ഇവിടേക്ക് തിരികെ വരാൻ സാധ്യത കുറവാണെന്ന് കോർബറ്റിന് അറിയാമായിരുന്നു. ഇനിയും ഈ പാറയുടെ മുകളിൽ അവനെ കാത്തിരുന്നിട്ട് യാതൊരു കാര്യവുമില്ല. വസ്ത്രങ്ങൾ നനഞ്ഞിരുന്നു. നല്ല തണുപ്പായിരുന്നു അദ്ദേഹത്തിന് അപ്പോൾ അനുഭവിക്കുവാൻ സാധിച്ചത്. ഗ്രാമത്തിൽ ചൂട് ചായ തന്നെ കാത്തിരിക്കുകയാണ്. അവിടേക്ക് പോകുവാൻ നിരവധി കാരണങ്ങൾ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. എന്നാൽ ഒരു കാരണം മാത്രം അദ്ദേഹത്തെ അവിടേക്ക് പോകുന്നതിൽ നിന്നും തടസ്സപ്പെടുത്തി. അത് മറ്റാരും ആയിരുന്നില്ല, ആ നരഭോജി തന്നെയാണ്. രാത്രിയാണ്, ഇരുട്ടാണ്, പോകുന്ന വഴിയിൽ മുഴുവൻ കുറ്റിക്കാടുകൾ നിറഞ്ഞു നിന്ന സ്ഥലവുമാണ്. ഇപ്പോൾ അദ്ദേഹം വെടിവെച്ചത് ഒരു നരഭോജിക്ക് നേരെയുമാണ്. താൻ പോകുന്ന വഴിയിൽ എവിടെയെങ്കിലും മറിഞ്ഞിരിക്കാൻ ഇടയുണ്ട്. തനിക്ക് നേരെ അത് ചാടി വന്നേക്കാം. അത്രയും അപകടങ്ങൾ നിറഞ്ഞ വഴിയിലൂടെ വേണം ഇനിയും ഗ്രാമത്തിലേക്ക് കോർബറ്റിന് പോകുവാനും. എന്നാൽ കോർബറ്റ് ആ പാറയിൽ തന്നെ ഇരിക്കുന്നു. പല ചിന്തകളും അദ്ദേഹത്തെ മനസ്സിൽ വല്ലാതെ അലട്ടുന്നുണ്ട്. ഇനിയും നരഭോജിയെ പകൽ മാത്രമേ കൊല്ലാൻ കഴിയുകയുള്ളൂ. പകലും കൊല്ലാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ ഇവിടുത്തെ ജനങ്ങളെ ആര് രക്ഷിക്കും? ദൈവത്തിന് മാത്രമേ അവരെ ഇനിയും രക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ. ഇരുട്ട്, തണുപ്പ്, കാത്തിരിപ്പ്. 2 തവണ എനിക്ക് ലക്ഷ്യം തെറ്റി. എൻ്റെ കണ്ണുകൾക്ക് എന്താണ് സംഭവിച്ചത്? നരഭോജി എവിടെയാണിപ്പോൾ? ഈ രാത്രി ഇനിയും അവസാനിക്കില്ലേ? കോർബറ്റിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ദൈർഘ്യമുള്ള രാത്രികളിൽ ഒന്നായിട്ടാണ് ആ രാത്രിയെ അദ്ദേഹം കണ്ടത്. സൂര്യൻ കിഴക്ക് ഉദിച്ചപ്പോൾ തന്നെ പാറയ്ക്ക് മുകളിൽ നിന്നും സാവധാനത്തിൽ താഴേക്ക് കോർബറ്റ് ഇറങ്ങുന്നു. പാറക്കെട്ടുകളിലും മറ്റും മഞ്ഞ് വീണ് നനഞ്ഞ പ്രതലമാണ്. സൂക്ഷിച്ചു വേണം താഴേക്ക് ഇറങ്ങുവാൻ. കാല് തെറ്റിയാൽ നിലത്തേക്ക് വന്ന് പതിക്കും. അങ്ങനെ സൂക്ഷ്മമായി സമയമെടുത്ത് പാറയ്ക്ക് മുകളിൽ നിന്നും കോർബറ്റ് താഴേക്ക് ഇറങ്ങി ആ മണലിലേക്ക് ചവിട്ടി. അവിടെ നിന്നും വീണ്ടും അദ്ദേഹം ശ്രദ്ധയോടെ തന്നെ ഗ്രാമത്തിലേക്ക് പോയി. ഗ്രാമത്തിൽ ചെന്ന കോർബറ്റിനെ കാത്തിരുന്നത് അവിടുത്തെ ഗ്രാമീണർ മുഴുവനുമായിരുന്നു. കാരണം തലേന്ന് രാത്രിയിൽ അവർ വ്യക്തമായിട്ട് ആ വെടിശബ്ദങ്ങൾ കേട്ടതാണ്. അതിന്റെ ഫലം അറിയുവാൻ വേണ്ടിയാണ് അവർ അക്ഷമരായി അവിടെ കാത്തു നിൽക്കുന്നത്. കോർബറ്റിന് എന്തു പറയണമെന്നറിയില്ല. താൻ തലേന്ന് രാത്രിയിൽ സാങ്കല്പിക കടുവയെ മാത്രമാണ് വെടിവെച്ചതെന്ന് പറയുന്നു. അവിടെ കുറച്ച് വിറവ് കഷ്ണങ്ങൾ കൂട്ടിയിട്ട് തീ കത്തിച്ച് കോർബറ്റിന് കുടിക്കുവാനുള്ള ചായ അവിടുത്തെ ഗ്രാമീണർ കൊണ്ടുകൊടുക്കുന്നു. കോർബറ്റ് ചൂട് ചായയും കുടിച്ച് ആ തീ ഒന്ന് കാഞ്ഞ് തൻ്റെ ശരീരം ഒന്ന് ചൂടാക്കിയ ശേഷം തലേന്ന് രാത്രിയിൽ ഉണ്ടായ സംഭവങ്ങൾ ഗ്രാമത്തിലെ ആളുകളോട് പതുക്കെ വിവരിച്ചു കൊടുക്കുവാൻ തുടങ്ങുന്നു. അതിനുശേഷം കോർബറ്റും കുറച്ച് ആളുകളും കൂടി പതിയെ ആ സ്ഥലത്തേക്ക് നടക്കുന്നു. അതായത് തലേന്ന് ആ കടുവയെ കണ്ട സ്ഥലത്തേക്ക്. പാറയുടെ മുകളിൽ നിന്നും താൻ വെടിവെച്ച സ്ഥലം ആളുകൾക്ക് കാണിച്ചു കൊടുക്കുന്നു. എന്നിട്ട് കോർബറ്റ് ഇങ്ങനെ പറഞ്ഞു: ഞാൻ ഇവിടെ നിൽക്കുന്ന സമയത്ത് ആ കടുവ ഇവിടേക്ക് വന്നു. ഞാൻ വെടിവെച്ചു. വീണ്ടും ആ കടുവ ആ പാറക്കെട്ടുകൾക്കിടയിലേക്ക് പോയി. വീണ്ടും ആ കടുവ പുറത്തേക്ക് വന്നു. ഞാൻ വീണ്ടും വെടിവെച്ചു. പിന്നെയും അത് അവിടെ നിന്നും പോയി. കോർബറ്റ് അവിടേക്ക് കൈ ചൂണ്ടി പറഞ്ഞു: ദോ, ആ സ്ഥലത്താണ് ഞാൻ ആ കടുവയെ കണ്ടത്. അവിടാണ് ഞാൻ വെടിവെച്ചത്. കോർബറ്റ് കൈ ചൂണ്ടിയ സ്ഥലത്തേക്ക് ഗ്രാമീണർ നോക്കി. അവരുടെ കണ്ണുകളെ അവർക്ക് വിശ്വസിക്കുവാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല. അവർ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു: സാഹിബ്, അവിടെ ഒരു കടുവ ചത്തുകിടക്കുന്നു. കോർബറ്റിന് തൻ്റെ കണ്ണുകളെ വിശ്വസിക്കുവാനാവുന്നുണ്ടായിരുന്നില്ല. തൻ്റെ കണ്ണുകൾ ഒന്നുകൂടി തിരുമ്മി ക്ഷീണം മാറ്റി വീണ്ടും അവിടേക്ക് നോക്കിയപ്പോൾ ഗ്രാമത്തിലെ ആളുകൾ പറഞ്ഞത് ശരിയാണ്. അവിടെ ഒരു കടുവ ചത്തുകിടക്കുന്നുണ്ട്. കോർബറ്റ് അത്ഭുതപ്പെട്ടു. ഈ കടുവ ചത്തു എങ്കിൽ രണ്ടാമതും കടുവ അവിടേക്ക് വന്നത് എങ്ങനെയാണ്? എന്തിനാണ് ഞാൻ രണ്ടാമതും വെടിവെച്ചത്? ധാരാളം ചോദ്യങ്ങൾ അദ്ദേഹത്തോട് തന്നെ അദ്ദേഹം ചോദിക്കുകയായിരുന്നു. അങ്ങനെ കോർബറ്റ് ചിന്തിച്ചു നിൽക്കുന്ന സമയം തന്നെയാണ് അവർക്കൊപ്പം ഉണ്ടായിരുന്ന ഒരു ഗ്രാമീണ കൂടി അലറി പറയുന്നത്: സാഹിബ്, ദാ അവിടെയും മറ്റൊരു കടുവ കൂടി ചത്തു കിടക്കുന്നു എന്ന്. രണ്ടാമത്തെ കടുവയോ? ഗ്രാമീണർക്കും സംശയമാകുന്നു. അടുത്തിടെ നടന്ന ആക്രമണങ്ങളിലെല്ലാം ഒരു കടുവയാണ് അവർ കണ്ടിരുന്നത്. ചത്തുകിടക്കുന്നത് 2 കടുവകളിൽ ഒന്ന് നരഭോജിയാണെങ്കിൽ മറ്റേത് അതിൻ്റെ ഇണയായിരിക്കും. കടുവകളുടെ ഇണ ചേരുന്ന സമയം നവംബർ മുതൽ ഏപ്രിൽ വരെയാണ്. വിവരമറിഞ്ഞ് ധാരാളം ഗ്രാമീണർ കോർബറ്റിന്റെ അരികിലേക്ക് ഓടിയെത്തുന്നു. അങ്ങനെ കോർബറ്റും ആ വലിയ സംഘം ആളുകളും സംഭവം നടന്ന സ്ഥലത്തേക്ക് എത്തുന്നു. കോർബറ്റ് അവിടെ മരിച്ചു കിടന്ന ആ കിടാവിനെ മറികടന്നുകൊണ്ട്
ചത്തുകിടന്ന ആ കടുവയ്ക്ക് അരികിലേക്ക് കോർബറ്റ് എത്തി. തന്റെ കൈവശം കരുതിയിരുന്ന റൈഫിൾ മറ്റൊരു ഗ്രാമീണനെ ഏൽപ്പിച്ച് മുട്ടിൽ ഇരുന്നു. അവിടെ ചത്തുകിടന്ന കടുവയുടെ കാൽപ്പാടുകൾ കോർബറ്റ് പരിശോധിച്ചു. മുൻപ് ഗോതമ്പ് പാടം കൊയ്തിരുന്നപ്പോൾ സ്ത്രീകളെ ആക്രമിച്ചപ്പോൾ അവിടെ കണ്ട കാൽപ്പാടുകൾ സസൂക്ഷ്മം കോർബറ്റ് വിശദമായി തന്നെ പഠിച്ചിരുന്നു. ആ കാൽപ്പാടുകൾ ഒരു വയസ്സായ കടുവയുടേതായിരുന്നു. പ്രായമാകുമ്പോൾ കടുവയുടെ കാൽപാദങ്ങളിൽ വിള്ളലുകൾ വരും. അവളുടെ കാൽ വിരലുകൾ വളരെ നേർത്തതായിരുന്നു. അത്രയും നേർത്ത കാൽ വിരലുകൾ കോർബറ്റ് ഇതിനു മുൻപ് കണ്ടിട്ടില്ല. അവരുടെ കാൽപ്പാടുകൾ തിരിച്ചറിയുവാൻ ഏറ്റവും എളുപ്പവും കോർബറ്റിന് ഇത് തന്നെയായിരുന്നു. കോർബറ്റ് പെട്ടെന്ന് എഴുന്നേറ്റു. അവരോട് പറഞ്ഞു, താൻ കൊന്നത് നരഭോജിയല്ല, ഞാൻ കൊന്നത് നരഭോജിയല്ല എന്ന്. കോർബറ്റ് ഗ്രാമീണരോട് ഉറക്കെ പറഞ്ഞു. ഗ്രാമത്തിലെ ആളുകൾക്ക് സംശയമായി. അടുത്തിടെ 4 പേരെയും കാണയും കൊന്നു. ഇത് നരഭോജി തന്നെ ആയിരിക്കും. കാൽപ്പാടുകൾ നോക്കി എങ്ങനെയാണ് തിരിച്ചറിയുവാൻ കഴിയുക ഇത് നരഭോജിയാണോ അല്ലയോ എന്നൊക്കെ? ഗ്രാമത്തിലെ ആളുകൾ പരസ്പരം ഓരോന്നും ചോദിക്കുവാനും പറയുവാനും തുടങ്ങി. അവരാകെ ആശയക്കുഴപ്പത്തിലായിരുന്നു. കാരണം കടുവകൾ നടക്കുമ്പോഴെല്ലാം ഒരേ കാൽപ്പാടുകൾ തന്നെയല്ലേ അവർ കാണുന്നത്. അതിനെപ്പറ്റി കൂടുതൽ പഠിച്ചവർക്കു മാത്രമേ അത് മനസ്സിലാക്കുവാൻ സാധിക്കുകയുള്ളൂ. കോർബറ്റ് അവിടെ നിന്ന ആളുകളോട് പറഞ്ഞു, മറ്റേ ആ ചത്തുകിടക്കുന്ന കടുവയെ ഇവിടേക്ക് കൊണ്ടുവരുവാൻ. ഗ്രാമീണർ കോർബറ്റിന്റെ മുന്നിലേക്ക് ആ കടുവയെ എടുത്തുകൊണ്ടുവന്നു. ശക്തനും സുന്ദരനുമായ ഒരു ആൺകടുവയായിരുന്നു ഇത്. കോർബറ്റ് 2 കടുവകളുടെയും തോലിരിഞ്ഞു. 14 മണിക്കൂറായി അവ ചത്തു കിടക്കുന്നു. നല്ല വെയിലും അപ്പോൾ അവിടെ ഉണ്ടായിരുന്നു. അതിനു പുറമെ വലിയ ആൾത്തിരക്കും ബഹളവുമെല്ലാം. നല്ല പ്രയാസമുള്ള ജോലിയായിരുന്നു അതിൻ്റെ തൊലികൾ ഇരിഞ്ഞെടുക്കുക എന്നത്. എങ്കിലും ഉച്ച കഴിഞ്ഞതോടെ ഞങ്ങൾ അതിൻ്റെ തോലുകളെല്ലാം ഇരിഞ്ഞെടുത്ത് വൃത്തിയാക്കിയ ശേഷം അവിടുത്തെ ഗ്രാമീണരുടെ ചുമലിൽ വെച്ചു കൊടുത്തു. 5 മൈൽ ദൂരമുണ്ട് എൻ്റെ ക്യാമ്പിലേക്ക്. അവിടേക്ക് കൊണ്ടുപോകുവാൻ ഞാൻ അവരോട് പറയുകയും ചെയ്തു. പിറ്റേ ദിവസം തന്നെ അതിന് ചുറ്റുപാടുമുള്ള ഗ്രാമമുഖ്യന്മാരെ ഞാൻ എൻ്റെ ക്യാമ്പിലേക്ക് ക്ഷണിച്ചിരുന്നു. അവരോടെല്ലാം ഞാൻ ഒരു കാര്യം പറഞ്ഞു. നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ആ നരഭോജിയായ ചോഗർ കടുവ മരിച്ചിട്ടില്ല. അത് ഇവിടെ എവിടെയോ കറങ്ങി നടക്കുകയാണ്. ഇതുവരെയും എനിക്കതിനെ കാണാനോ കൊല്ലാനോ കഴിഞ്ഞില്ല. ഞാൻ വെടിവെച്ചു കൊന്ന 2 കടുവകളും നരഭോജികളായ കടുവകളല്ല. അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കണം. അശ്രദ്ധമായി ആരും പെരുമാറരുത്. നിങ്ങളുടെ ഗ്രാമത്തിലുള്ള ആളുകളോടും ഇത് പറയണം. കോർബറ്റ് ഒരു മുന്നറിയിപ്പ് പോലെ എല്ലാവർക്കും ഇത് നൽകിയിരുന്നു. കോർബറ്റ് അവർക്ക് നൽകിയ ഈ മുൻകരുതലുകൾ ഗൗരവമായി എടുത്തിരുന്നെങ്കിൽ പിന്നീട് അത്രയും മരണങ്ങൾ അവിടെ ഉണ്ടാകുമായിരുന്നില്ല. കോർബറ്റ് അവിടെ നിന്ന കാലയളവിൽ കടുവയുടെ ഭാഗത്തു നിന്നും വലിയ ആക്രമണങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ കോർബറ്റ് അവിടുത്തെ ജില്ലാ ഉദ്യോഗസ്ഥരെ കാണുവാൻ വേണ്ടി ഒരു കൂടിക്കാഴ്ചയ്ക്ക് വേണ്ടി അവിടേക്ക് പോകുന്നു. 1930 മാർച്ചിൽ ജില്ലാ കമ്മീഷണർ ആയിരുന്ന വിവിയൻ നരഭോജി വസിക്കുന്ന ആ മേഖലയിലേക്ക് ഒരു ടൂർ ചെയ്യുന്നു. മാർച്ച് 22-ന് കോർബറ്റിന് ഒരു ടെലിഗ്രാം ലഭിക്കുകയുണ്ടായി. കാല അഗർവാളിലെ ബംഗ്ലാവിലേക്ക് വരിക, ഞാൻ അവിടെ കാത്തിരിക്കുന്നു എന്നതായിരുന്നു ആ ടെലിഗ്രാമിൽ ഉണ്ടായിരുന്നത്. വിവിയനിന്റെ ടെലിഗ്രാം കിട്ടി കൃത്യമായി പറഞ്ഞാൽ 2 ദിവസങ്ങൾക്ക് ശേഷം കോർബറ്റ് കാല അഗർ റെസ്റ്റ് ഹൗസിൽ എത്തിച്ചേർന്നു. രാവിലെയാണ് എത്തിയത്. മിസ്റ്റർ ആൻഡ് മിസ്സിസ് വിവിയൻ അദ്ദേഹത്തെ പ്രാതൽ കഴിക്കുവാൻ വേണ്ടി ക്ഷണിച്ചു. അങ്ങനെ അവർ മൂവരും ഇരുന്ന് പ്രാതൽ കഴിക്കുമ്പോൾ അവിടെ അന്നുണ്ടായ സംഭവം എന്താണെന്ന് വിവിയൻ അദ്ദേഹത്തോട് പറഞ്ഞു, അതായത് കോർബറ്റിനോട്. മാർച്ച് 21 ഉച്ച കഴിഞ്ഞ ശേഷം ബംഗ്ലാവിന്റെ വരാന്തയിലിരുന്ന് ഞങ്ങൾ 2 പേരും ചായ കുടിക്കുമ്പോഴാണ് ഇതുണ്ടായത്. ബംഗ്ലാവിന്റെ മുന്നിലുള്ള വളപ്പില്ലേ, അവിടെ 6 സ്ത്രീകളിൽ നിന്ന് പുല്ലരിയുകയായിരുന്നു. പെട്ടെന്നാണ് എവിടെ നിന്ന് ഒരു കടുവ അവിടേക്ക് വന്നത്. അതിലുണ്ടായിരുന്ന ഒരു സ്ത്രീയെ കടിച്ചെടുത്തുകൊണ്ട് അടുത്തുള്ള ഒരു കുറ്റിക്കാട്ടിലേക്ക് പോയി. അപ്പോഴത്തേക്കും ബാക്കിയുള്ളവർ എൻ്റെ അരികിലേക്ക് ഓടി വന്ന് ഈ വിവരം പറഞ്ഞു. എൻ്റെ കൈവശം ഉണ്ടായിരുന്ന റൈഫിൾ എടുത്തുകൊണ്ട് അവർക്ക് പിന്നാലെ സംഭവം നടന്ന സ്ഥലത്തേക്ക് പോയി. കുറച്ചു ദൂരം ചെന്നപ്പോൾ ഒരു കുറ്റിക്കാട്ടിൽ ആ സ്ത്രീയുടെ മൃതദേഹം ഞങ്ങൾ കണ്ടെത്തി. ഒരു ഓക്കുമരത്തിന്റെ ചുവടിലുള്ള കുറ്റിക്കാട്ടിലായിരുന്നു ആ മൃതദേഹം കടന്നിരുന്നത്. സംഭവം നടന്ന സ്ഥലത്തേക്ക് വിവിയനും കോർബറ്റും പോയി അവിടെ ഒന്നും പരിശോധിച്ചു. അപ്പോൾ കോർബറ്റിന് ഒരു കാര്യം മനസ്സിലായി. വിവിയൻ ഈ സംഭവം നടന്ന സ്ഥലത്തേക്ക് വന്നപ്പോൾ കടുവ അദ്ദേഹത്തെ കണ്ടു. കണ്ടത് പ്രകാരം അവിടെ നിന്നും മാറി അടുത്തുണ്ടായിരുന്ന മക്കായ ചെടികൾക്ക് മറവിലേക്ക് ഒളിച്ചിരുന്നു. ഉടനെ തന്നെ വിവരം അവിടുത്തുള്ള ആളുകളെ അറിയിച്ച് അദ്ദേഹം അവിടെ ഒരു മച്ചാൻ കിട്ടി. ആ മച്ചാനിൽ അദ്ദേഹവും അദ്ദേഹത്തിന്റെ ഭാര്യയും ഇരുന്നു. മറ്റൊരു മച്ചാൻ ഉണ്ടാക്കി തൻ്റെ കൂടെ വന്ന ആൾക്കാർക്കും അവിടെ ഇരിക്കുവാൻ പറ്റിയ സംവിധാനം ഉണ്ടാക്കി. രാത്രി മുഴുവൻ ആ കടുവയ്ക്ക് വേണ്ടി അവിടെ തന്നെ അങ്ങനെ കാത്തു നിന്നു. എന്നാൽ കടുവ അവിടേക്ക് വന്നില്ല.
കാരണം കടുവ നേരത്തെ തന്നെ ഇവർ ഇവിടെ കിട്ടുന്ന മച്ചാനും മൊത്തവും കണ്ടിരുന്നു. അതൊരു നരഭോജിയായ കടുവയാണ്, തന്ത്രശാലി കൂടിയാണ്. ഇത്രയും ആളനക്കവും സംഭവവും ഉള്ളപ്പോൾ അതിന് അപകടം മനസ്സിലായി കാണാം. അതുകൊണ്ടായിരിക്കാം അവൾ ഇവിടേക്ക് വരാഞ്ഞത്. പിന്നെയും വിവിയൻ തൻ്റെ കഥ പറച്ചിൽ തുടർന്നു. പിറ്റേ ദിവസം തന്നെ രാവിലെ ഈ മൃതദേഹം ഞങ്ങൾ ഇവിടെ നിന്നും മാറ്റി സംസ്കരിച്ചു. അതിനുശേഷം ഇവിടുത്തെ അടുത്ത ഗ്രാമത്തിൽ നിന്നും ഒരു എരുമയെ വാങ്ങിച്ച് സംഭവം നടന്ന സ്ഥലത്ത് ഞങ്ങൾ കെട്ടിയിട്ടു. എന്നിട്ട് ഞങ്ങൾ അവിടെ നിന്നും മാറി. അന്ന് രാത്രിയിൽ തന്നെ കടുവ അവിടേക്ക് വരികയും ആ എരുമയെ കൊല്ലുകയും ചെയ്തു. വിവരം അറിഞ്ഞ് വിവിയനും ഭാര്യയും വീണ്ടും ആ മച്ചാനിൽ കയറി അന്നത്തെ രാത്രി ആ കടുവയ്ക്ക് വേണ്ടി അങ്ങനെ കാത്തിരുന്നു. നല്ല നിലാവുള്ള രാത്രിയായിരുന്നു. കൃത്യമായി ആ കടുവ നടന്നു വരുന്നതെല്ലാം അവർക്ക് കാണുവാൻ കഴിയുമായിരുന്നു. എന്നാൽ അവർക്കൊരു പിശവ് പറ്റി. അവർ ഏതോ ഒരു മൃഗം അവിടേക്ക് നടന്നു വരുന്നത് അറിഞ്ഞിരുന്നു. എന്നാൽ അവർ കരുതിയത് അതൊരു കരടിയാണെന്നാണ്. അതുകൊണ്ട് തന്നെ അവർ നിറയൊഴിച്ചില്ല. മിസ്റ്റർ ആൻഡ് മിസ്സിസ് വിവിയൻ നല്ല വെടിക്കാരായതുകൊണ്ട് തന്നെ അന്നവർ വെടിവെച്ചിരുന്നെങ്കിൽ ഉറപ്പായും ആ കടുവ ചത്തേനെ. മാർച്ച് 25-ന് വിവിയൻ കാല അഗർവാൾ ഗസ്റ്റ് ഹൗസിൽ നിന്നും മടങ്ങിപ്പോയി. അപ്പോൾ തന്നെ ഡെൽക്കാനയിൽ സൂക്ഷിച്ചിരുന്ന തൻ്റെ 4 എരുമകളെ അവിടേക്ക് കോർബറ്റ് കൊണ്ടുവന്നു. പല സ്ഥലങ്ങളിലായി കെട്ടിയിട്ടു. എന്നാൽ അപ്പോഴേക്കും കടുവ സൂക്ഷ്മമായി തന്നെ തൻ്റെ ഇരകളെ വേട്ടയാടുവാൻ തുടങ്ങിയിരുന്നു. അവൾക്ക് ഒരു കാര്യം മനസ്സിലായി. കെട്ടിയിട്ട് തന്നെ ട്രാപ്പ് ചെയ്ത് പിടിക്കുവാൻ ആളുകൾ തീരുമാനിച്ചു എന്ന കാര്യമായിരുന്നു അവൾ മനസ്സിലാക്കിയത്. അതുകൊണ്ട് തന്നെ ആയിരിക്കാം ഇരകളെ കെട്ടിയിട്ട സ്ഥലത്തേക്ക് അവൾ വന്നുവെങ്കിലും ഒന്നിനെയും ഉപദ്രവിക്കാഞ്ഞത്. കോർബറ്റ് അവിടെ വന്ന 4ാമത്തെ രാത്രിയിൽ ഫോറസ്റ്റ് ബംഗ്ലാവിൻ്റെ അടുത്ത് കെട്ടിയിരുന്ന എരുമയെ ആരോ കൊന്നു എന്ന് കോർബറ്റിന് മനസ്സിലായി. അത് പരിശോധിച്ചെന്നപ്പോൾ അതൊരു പുലിയാണെന്ന് കോർബറ്റിന് മനസ്സിലായി. അതിനു പുറമെ രാത്രിയിൽ ബംഗ്ലാവിൻ്റെ അടുത്ത് നിന്നും ഒരു പുലിയുടെ ശബ്ദവും കോർബറ്റ് കേട്ടിരുന്നു. അതിനെ വെടിവെച്ച് കൊന്നു കഴിഞ്ഞാൽ, ഇതിൻ്റെ വെടിയുടെ ശബ്ദം കേട്ട് കഴിഞ്ഞാൽ കടുവയെ അവിടെ നിന്നും അകറ്റാൻ ഇത് കാരണമാകുമോ എന്ന് കോർബറ്റ് ഭയന്നിരുന്നു. എങ്കിലും ആ പുലികളെ വെറുതെ വിടുവാൻ കോർബറ്റ് തയ്യാറായിരുന്നില്ല. കാരണം അങ്ങനെ വെറുതെ വിടുകയാണെങ്കിൽ താൻ ഇവിടെ കിട്ടുന്ന എല്ലാ എരുമകളെയും ഈ പുലികൾ ആക്രമിച്ച് കൊല്ലുമെന്ന് കോർബറ്റിന് അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ ആ പുലികളെ കൊല്ലുവാൻ കോർബറ്റ് തീരുമാനിച്ചു. അങ്ങനെ അന്ന് രാവിലെ തന്നെ കോർബറ്റ് അതിൻ്റെ ട്രാക്കുകൾ പിന്തുടർന്ന് വനത്തിലേക്കും ഒരു പാറക്കെട്ടുകൾ നിറഞ്ഞ പ്രദേശത്തേക്കും എത്തിച്ചേർന്നു. കോർബറ്റ് ചിന്തിച്ചത് ശരി തന്നെയായിരുന്നു. തൻ്റെ എരുമകളെ കൊന്നത് പുലി തന്നെയായിരുന്നു. അവൻ ചെയ്തത് വലിയ തെറ്റ്. കാരണം കടുവയ്ക്ക് വേണ്ടി കരുതിയിരുന്ന ഇരയെ അവൻ പിടിച്ചിരിക്കുന്നു. വെയിൽ കാഞ്ഞുകൊണ്ടിരുന്ന പുലിയെ കോർബറ്റ് വെടിവെച്ചു. ഒന്നിനു പുറകെ ഒന്നായി 2 പുലികളെയാണ് അന്ന് കോർബറ്റ് വെടിവെച്ചു കൊന്നത്. കാല അഗർ ബംഗ്ലാവിൽ നിന്നും ഫോറസ്റ്റ് റോഡ് പടിഞ്ഞാറ് ദിശയിലേക്ക് മൈലുകളോളം പോകുന്നുണ്ട്. ചിലർ, ഓക്ക്, റോഡോഡെർഡോൺ എന്നീ മരങ്ങൾ നിറഞ്ഞ മനോഹരമായ കാടായിരുന്നു അത്. ധാരാളം മൃഗങ്ങളെയും അതുവഴി പോകുമ്പോൾ കാണാനാകും. അങ്ങനെയുള്ള ആ ഫോറസ്റ്റ് റോഡ് വഴി അദ്ദേഹം നടന്നപ്പോൾ 2 മാനുകളെ കടുവ കൊന്നതായി അദ്ദേഹത്തിന് കാണുവാൻ കഴിഞ്ഞു. എന്നാൽ ആ ട്രാക്കുകൾ പിന്തുടർന്ന് പോയെങ്കിലും ഇരയിലേക്ക് എത്തുവാൻ കോർബറ്റിന് കഴിഞ്ഞില്ല. നമ്മൾ പറഞ്ഞ ഈ റോഡിലൂടെ 14 ദിവസമാണ് കോർബറ്റ് സഞ്ചരിച്ചത്. കോർബറ്റ് അതുവഴി സഞ്ചരിക്കുമ്പോൾ ഈ റോഡിൽ മറ്റാരും സഞ്ചരിക്കുന്നുണ്ടായിരുന്നില്ല. കാരണം വിജനമായ ഒരു പ്രദേശവും റോഡുമായിരുന്നു അത്. അങ്ങനെ അവിടുന്ന് ഒരു ഡീവിയേറ്റ് ചെയ്ത് വീണ്ടും മുന്നിലേക്ക് നടക്കുമ്പോൾ പാറക്കെട്ടുകൾ നിറഞ്ഞ ഒരു പ്രദേശത്ത് കോർബറ്റ് എത്തിച്ചേർന്നു. ഈ പ്രദേശം കണ്ടപ്പോൾ കടുവ ഒളിച്ചിരിക്കുവാൻ സാധ്യതകൾ ഏറെയാണെന്ന് കോർബറ്റിന് മനസ്സിലാകുകയും കോർബറ്റ് തൻ്റെ റൈഫിൽ എടുത്ത് തോളിലേക്ക് വെച്ച് കാഞ്ചിന്മേൽ വിരൽ വെച്ച് സൂക്ഷ്മമായി നടന്നു. അങ്ങനെ ആ പാറക്കെട്ടുള്ള പ്രദേശത്ത് കൂടി നടന്ന് നീങ്ങുമ്പോൾ അങ്ങ് 30 വാര അകലെ ഒരു തുറന്ന മൈതാനം അദ്ദേഹത്തിന് കാണുവാൻ സാധിച്ചു. അവിടെ ഒരു കേഴമാൻ നിന്ന് മേയുകയാണ്. കോർബറ്റ് വരുന്നത് അത് കണ്ടു. കോർബറ്റിനെ അത് അനങ്ങാതെ ഒന്ന് നോക്കി. തൻ്റെ അടുക്കിലേക്ക് വരുന്നില്ല എന്ന് കാണുമ്പോൾ വീണ്ടും അത് നിന്ന് മേയുന്നു. അങ്ങനെ വീണ്ടും മുന്നിലേക്ക് നടക്കുമ്പോൾ കോർബറ്റ് പെട്ടെന്ന് ഒരു ശബ്ദം കേൾക്കുന്നു, ഒരു അലാറം വിളി. അതെ, അവിടെ നിന്ന് മേഞ്ഞുകൊണ്ടിരുന്ന ആ കേഴമാൻ ഉച്ചത്തിൽ അലറിക്കൊണ്ട് അവിടെ നിന്നും ഓടുന്ന കാഴ്ചയാണ് പിന്നെ കോർബറ്റിനെ കാണാൻ കഴിഞ്ഞത്. കോർബറ്റ് തിരിഞ്ഞ് ആ വളവിലേക്ക് വളരെ വേഗം എത്തി. അതിൻ്റെ പിന്നാലെ ഒരു കടുവയുണ്ടോ എന്ന് നോക്കി. എന്നാൽ അതിൻ്റെ പിന്നാലെ കടുവകളൊന്നും ഉണ്ടായിരുന്നില്ല. താനിപ്പോൾ കടന്നു വന്ന പാറക്കൂട്ടത്തിൻ്റെ അരികിൽ നിന്നിരുന്ന ആ വലിയ കുറ്റിക്കാട്ടിനുള്ളിൽ ഒരു അനക്കം കോർബറ്റ് കണ്ടു. അതെ, അതിനുള്ളിൽ ഇപ്പോൾ ആ കടുവ ഇരിക്കുന്നുണ്ട്. അതിനെ കണ്ടുകൊണ്ടായിരിക്കാം കേഴമാൻ ഇവിടെ നിന്നും കരഞ്ഞുകൊണ്ട് ഓടിയത്. കോർബറ്റ് ഇതുവഴി കടന്നു പോകുന്നത് ഉറപ്പായും ആ കടുവ കണ്ടിരിക്കാം. തന്നെ പിന്തുടർന്നുകൊണ്ടായിരിക്കാം കടുവ ഇവിടേക്ക് എത്തിയത്. പാറക്കെട്ടുകൾക്ക് മുകളിൽ എത്തിയപ്പോൾ അവിടെ നിന്നും താഴേക്ക് ചാടിയപ്പോൾ, അതായത് ആ കുറ്റിക്കാട്ടിലേക്ക് ചാടിയപ്പോൾ, അതിന് സമീപത്തുള്ള ആ നനഞ്ഞ മണ്ണിൽ കാൽപ്പാടുകൾ പതിയാൻ സാധ്യത ഏറെയാണ്. എൻ്റെ കാൽപ്പാടുകൾക്ക് മുകളിലായി ഒരു കടുവയുടെ കാൽപ്പാടം ഞാൻ കണ്ടിരുന്നു. അതെ,
ആ കടുവ അവിടേക്ക് ചാടിയപ്പോൾ ആ കേഴമാൻ ആ കടുവയെ കാണുകയും അലാറം വിളിച്ചുകൊണ്ട് ഓടുകയും ചെയ്തു. അങ്ങനെ മുന്നറിയിപ്പ് ശബ്ദം നൽകിയത് കൊണ്ടായിരിക്കാം ആ കടുവ ഇപ്പോൾ ആ കുറ്റിക്കാടിനുള്ളിലേക്ക് കയറി ഒളിച്ചത്. കടുവയ്ക്ക് ഈ പ്രദേശത്തെ നല്ല പോലെ തന്നെ അറിയാം. പാറയുടെ മുകളിൽ നിന്നും ചാടി എൻ്റെ കഴുത്തിൽ പിടിക്കാനായിരിക്കാം അവൾ പദ്ധതിയിട്ടത്. അത് നടക്കാതെ വന്നപ്പോൾ അടുത്ത വളവിൽ വെച്ച് പിടികൂടാൻ ഒരു ശ്രമം നടത്തിയതായിരിക്കാം. പക്ഷേ ആ കേഴമാൻ അവളുടെ പദ്ധതികളെല്ലാം തകർത്ത് കളഞ്ഞു. അതുകൊണ്ട് തന്നെ അവൾ കുറ്റിച്ചെടികൾക്കിടയിലൂടെ അടുത്ത വളവിലേക്ക് പോകുവാൻ യാത്ര ചെയ്തു തുടങ്ങിയിരുന്നു. ഈ പ്രദേശത്തു കൂടി പോകുന്നത് വളരെ അപകടകരമാണെന്ന് കോർബറ്റിന് മനസ്സിലായി. കോർബറ്റ് ആ കേഴമാൻ പോയ ഭാഗം ലക്ഷ്യമാക്കി നടന്നു. ഇപ്പോൾ കോർബറ്റ് നടന്നു പോകുന്നത് ഒരു തുറന്ന മൈതാനിയിലൂടെയാണ്. കോർബറ്റിന് ആ കടുവയുടെ ഉദ്ദേശം വ്യക്തമായി തന്നെ അറിയാമായിരുന്നു. എന്നാൽ ആ കടുവയ്ക്ക് കോർബറ്റിന്റെ ഉദ്ദേശം എന്താണെന്ന് അറിയില്ല. താൻ തന്നെ അവൾക്ക് സ്വയമായി ഇരയായിട്ട് അവളെ വേട്ടയാടുവാനുള്ള പദ്ധതിയായിരുന്നു അന്ന് കോർബറ്റ് തയ്യാറാക്കിയത്. എന്നാൽ ഇരുട്ട് വന്ന് മൂടിയതോടെ കോർബറ്റ് ആ പദ്ധതി ഉപേക്ഷിച്ച് തിരികെ മടങ്ങുകയായിരുന്നു. 1930 ഏപ്രിൽ 11 കോർബറ്റ് കാലാഗറിൽ വന്നിട്ട് 19ാമത്തെ ദിവസമായിരുന്നു. ഉച്ചയ്ക്ക് 2 മണിയായതോടെ തൻ്റെ അവശേഷിക്കുന്ന 3 എരുമകളുമായി ഫോറസ്റ്റ് ബംഗ്ലാവിൻ്റെ മുന്നിലൂടെ കടന്നു പോകുന്ന റോഡ് 1 മൈൽ അകലെ എത്തുമ്പോഴേക്കും അതൊരു മലയുടെ മുകളിലേക്ക് കയറി പോകുന്നുണ്ട്. അവിടം ലക്ഷ്യമാക്കിയാണ് കോർബറ്റ് പോയത്. അങ്ങനെ അവിടേക്ക് പോകുന്ന വഴിയാണ് ഒരു വിറക് ശേഖരിക്കുന്ന സംഘത്തെ കോർബറ്റ് കണ്ടത്. അവരോട് കടുവയെപ്പറ്റി അന്വേഷിച്ചു. അതിലുണ്ടായിരുന്ന ഒരു വൃദ്ധൻ അങ്ങകലേക്ക് ഒരു മരക്കൂട്ടത്തിലേക്ക്, അതായത് ഓക്കുമരത്തിന്റെ കൂട്ടത്തിലേക്ക് ചൂണ്ടിക്കാണിച്ചിട്ട് പറഞ്ഞു തൻ്റെ 18 വയസ്സുള്ള മകനെ അവിടെ വെച്ചാണ് ആ നരഭോജിയായ കടുവ പിടിച്ചതെന്ന്. കാര്യം എന്താണെന്ന് അറിയുവാൻ വേണ്ടി കോർബറ്റ് ആ വൃദ്ധനോട് കൂടുതൽ സംസാരിച്ചു. ആ വൃദ്ധൻ തൻ്റെ കഥ പറഞ്ഞു. 20-25 പേരടങ്ങുന്ന ഒരു സംഘമായിട്ടായിരുന്നു വനത്തിലേക്ക് വിറക് ശേഖരിക്കുവാൻ വേണ്ടി പോയത്. അപ്പോഴാണ് ആ രാക്ഷസി അവിടേക്ക് കടന്നു വന്നത്. അവളുടെ ഉഗ്രമായ ഗർജനം കേട്ടപ്പോൾ കൂടെ ഉണ്ടായിരുന്നവരെല്ലാം എൻ്റെ മകനെ ആ കടുവയ്ക്ക് ഇട്ടുകൊടുത്തതിന് ശേഷം അവിടെ നിന്നും ഓടിപ്പോയി. ഇതായിരുന്നു ആ വൃദ്ധൻ കോർബറ്റിനോട് പറഞ്ഞത്. എന്നാൽ കൂടെ ഉണ്ടായിരുന്നവരെല്ലാം അത് നിഷേധിച്ചു. അവർ കോർബറ്റിനോട് പറഞ്ഞത് ഇങ്ങനെയല്ല അവിടെ ഉണ്ടായത്. കടുവയുടെ ഗർജനം കേട്ടപ്പോൾ അവനാണ് ആദ്യം അവിടെ നിന്നും ഓടിപ്പോയത്. അതിനു പുറമെ ഞങ്ങളോടും അവൻ അവിടെ നിന്നും ഓടുവാൻ പറഞ്ഞു. എന്നാൽ ഇയാൾ ഇതൊന്നും വിശ്വസിക്കുന്നില്ല. ഇയാൾ പറയുന്നത് മുതിർന്നവരായ ഞങ്ങൾ അവനെ തടയണമായിരുന്നെന്നാണ്. എന്നാൽ അവിടെ നിന്നും ഓടിപ്പോകുമ്പോൾ ഞങ്ങൾ എങ്ങനെയാണ് അവനെ തടയുന്നത്? ഇപ്പോഴും ഇദ്ദേഹത്തിന് ഇതൊന്നും വിശ്വസിക്കുവാനാകുന്നില്ല, അല്ലെങ്കിൽ അംഗീകരിക്കുവാനാകുന്നില്ല. വിഷയം അവിടെ ചൂട് പിടിച്ചതോടെ കോർബറ്റ് ഇതിലിടപെട്ടു. ആ വൃദ്ധനോട് കോർബറ്റ് പറഞ്ഞു, നിങ്ങളുടെ മകനെ പിടിച്ചുകൊണ്ടു പോയ സ്ഥലത്ത് ഞാൻ എൻ്റെ ഒരു എരുമയെ കെട്ടിയിടാം. ബാക്കിയുള്ള എരുമകളെയെല്ലാം കോർബറ്റ് തൻ്റെ ബംഗ്ലാവിലേക്ക് മടക്കി അയച്ചു. അത് കഴിഞ്ഞ് കെട്ടിയിടുവാൻ പാകത്തിനുള്ള ഒരു എരുമയുമായി ബാക്കിയുള്ളവരുടെ കൂടെ ആ മകനെ, അതായത് ആ കടുവ പിടിച്ചുകൊണ്ടുപോയ സ്ഥലത്തേക്ക് കോർബറ്റും ആ ചെറിയ സംഘവും യാത്ര തിരിച്ചു. വളഞ്ഞു പുളഞ്ഞ ഒരു വഴിയിലൂടെയാണ് ഇപ്പോൾ കോർബറ്റ് സഞ്ചരിക്കുന്നത്. ഫോറസ്റ്റ് റോഡിലേക്ക് എത്തുന്നിടത്ത് ഒരു തുറന്ന സ്ഥലമുണ്ട്. അവിടെയാണ് ഓക്കുമര കൂട്ടം നിൽക്കുന്നത്. 30 വാര വീതിയുള്ള തുറസായ സ്ഥലമായിരുന്നു അത്. നടുവിൽ ചെറിയൊരു പൈൻമരം നിൽക്കുന്നുണ്ടായിരുന്നു. കോർബറ്റ് അത് മുറിച്ചു മാറ്റി. ബാക്കിയായ കുറ്റിയിലേക്കാണ് ആ എരുമയെ വലിച്ചു കെട്ടിയത്. അതിനുശേഷം എരുമയ്ക്ക് ആവശ്യമായ പുല്ലും വെള്ളവും കൊടുക്കുവാൻ അടുത്ത് നിന്നവരോട് നിർദ്ദേശിച്ചു. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ കോർബറ്റിന്റെ ഒരു സുഹൃത്ത് അവിടേക്ക് എത്തിയിരുന്നു. അത് വേറെ ആരും ആയിരുന്നില്ല, ഗേറ്റ് വാറിൽ സേവനമനുഷ്ഠിച്ച മാധവ് സിംഗ് ആയിരുന്നു. അയാൾ അവിടെ എത്തിയപ്പോൾ കോർബറ്റ് അദ്ദേഹത്തോട് പറഞ്ഞു അടുത്തുണ്ടായിരുന്ന ഒരു വലിയ മരത്തിലേക്ക് കയറി ഉച്ചത്തിൽ സംസാരിക്കാനും പാട്ടുപാടാനും, അത് കഴിഞ്ഞ് അവിടേക്ക് വന്ന മറ്റുള്ളവരോട് അവിടെ നിന്ന് ഉച്ചത്തിൽ സംസാരിക്കുവാനും ഈ പുല്ലുകളെല്ലാം പറിക്കുവാനും കോർബറ്റ് പറഞ്ഞു. നിങ്ങളുടേതായ പണികൾ ഇവിടെ തുടരുവാനും കോർബറ്റ് അവരോട് ആവശ്യപ്പെട്ടു. അത് കഴിഞ്ഞ് തൊട്ടടുത്തുണ്ടായിരുന്ന 4 അടി ഉയരമുള്ള പാറയിലേക്ക് കോർബറ്റ് കയറി. അവിടെ അദ്ദേഹം സ്ഥാനം പിടിച്ചു. തുറന്ന സ്ഥലത്തിന്റെ താഴ്ന്ന ഭാഗത്തുള്ള പാറയായിരുന്നു അത്. പാറയ്ക്ക് താഴെ കുത്തനെയുള്ള ഇറക്കം, അതിന്റെ താഴെ വിശാലമായ കാട്. ചിലർ താഴെ ഇരുന്ന് പുല്ലു ചെത്തുന്നു. മാധവ് സിംഗ് മരത്തിൽ കയറി പാട്ടുപാടുന്നു. കോർബറ്റ് ആ പാറയിലിരുന്ന് തൻ്റെ പൈപ്പിലൂടെ പുക വലിക്കുന്നു. കോർബറ്റിന്റെ തോളിൽ തൻ്റെ റൈഫിൾ തൂക്കിയിട്ടിരിക്കുന്നു. ഈ കാഴ്ചയാണ് ഇപ്പോൾ നമുക്ക് അവിടെ കാണുവാൻ സാധിക്കുന്നത്. കോർബറ്റ് ചുറ്റുപാടും സസൂക്ഷ്മം നിരീക്ഷിച്ചു. അങ്ങനെ കുറച്ചു സമയം മുന്നിലേക്ക് പോയപ്പോൾ കോർബറ്റിന് നരഭോജിയായ ആ കടുവയുടെ സാന്നിധ്യം മനസ്സിലായി. അപ്പോൾ തന്നെ മാധവ് സിംഗിന് ഒരു വിസിലടിച്ച് നിശബ്ദനാകാനുള്ള സിഗ്നൽ നൽകി.
തുറന്നു കിടക്കുന്ന സ്ഥലത്തിന്റെ 3 ഭാഗവും ഇപ്പോൾ അദ്ദേഹത്തിന് വ്യക്തമായി തന്നെ കാണാൻ സാധിക്കും. മാധവ് സിംഗ് ഇടതുവശത്ത്, പുല്ല് ചെത്തുന്നവർ മുന്നിൽ, എരുമ വലതുവശത്ത്. അവിടെ കെട്ടിയിരുന്ന എരുമ ഇപ്പോൾ അസ്വസ്ഥനാണ്. കാരണം എരുമയ്ക്കും ആ കടുവയുടെ സാന്നിധ്യം ഇപ്പോൾ മനസ്സിലായിരിക്കുന്നു. കടുവയെ ചുറ്റുപാടും കോർബറ്റ് തന്റെ കണ്ണുകളാൽ തിരഞ്ഞു. എന്നാൽ കടുവ എവിടെയാണെന്ന് അദ്ദേഹത്തിന് കാണുവാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല. കോർബറ്റിന്റെ ഇടതുവശത്തു കൂടിയാണ് ആ കടുവ കടന്നു വന്നിരുന്നതെങ്കിൽ കോർബറ്റിന് വ്യക്തമായി തന്നെ ആ കടുവയെ കാണാൻ സാധിച്ചേനെ. എന്നാൽ കടുവ ഇപ്പോൾ എവിടെയാണ്? കോർബറ്റ് ഒരു ഊഹാപോഹം നടത്തി. ഇപ്പോൾ ആ കടുവ നിൽക്കുന്നത് താൻ നിൽക്കുന്ന ഈ പാറയുടെ താഴെയായിരിക്കും. അതിനാലായിരിക്കാം തനിക്കതിനെ കാണാൻ സാധിക്കാത്തത്. തൻ്റെ തൊട്ടടിയിലുണ്ട് അവൾ. എന്നാൽ നല്ല പൊക്കത്തിലിരിക്കുന്ന പാറ ആയതുകൊണ്ട് തന്നെ ഒരു കടുവയ്ക്ക് അത്രയധികം വേഗം ഈ പാറയുടെ മുകളിലേക്ക് കയറുവാൻ സാധിക്കില്ല എന്ന് കോർബറ്റിന് അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ഈ സ്ഥലം തിരഞ്ഞെടുത്തത്. എന്നാൽ എങ്ങനെയാണ് ഈ കടുവ ഇവിടേക്ക് എത്തിയത്? ഒരു പക്ഷേ മാധവ് സിംഗിന്റെ ശബ്ദവും പാട്ടും കേട്ട് കഴിഞ്ഞപ്പോൾ വിറക് ശേഖരിക്കുവാൻ വന്ന ഏതെങ്കിലും ഒരാളാണെന്ന് തെറ്റിദ്ധരിച്ച് കാണാം. വളരെ വേഗം ലഭ്യമാകുന്ന ഇരയാണെന്ന് കരുതി അയാളെ ലക്ഷ്യമാക്കി വന്നതായിരിക്കാം. അപ്പോഴായിരിക്കാം അവൾ പാറയുടെ മുകളിൽ ഇരിക്കുന്ന എന്നെ കണ്ടത്. അങ്ങനെയായിരിക്കാം അവൾ ഇവിടേക്ക് എത്തിയത്. അവൾ അവിടേക്ക് എത്തിയപ്പോൾ മാത്രമാണ് കോർബറ്റിന് അവളുടെ സാന്നിധ്യം മനസ്സിലാക്കുവാൻ സാധിച്ചത്. എന്നാൽ അവളെ വെടിവെക്കുവാനുള്ള ഒരു അവസരം അദ്ദേഹത്തിന് നഷ്ടമായി. കുറച്ചു സമയം കൂടി ഞങ്ങൾ അവിടെ കാത്തു നിന്നു. എന്നാൽ ആ കടുവയുടെ യാതൊരു ചലനങ്ങളും ഞങ്ങൾക്ക് പിന്നീട് അറിയുവാൻ സാധിച്ചില്ല. അവൾ ദൂരേക്ക് നടന്നകന്നു പോയി. മറ്റൊരവസരത്തിന് വേണ്ടിയായിരിക്കാം അവൾ ഇപ്പോൾ കാത്തു നിൽക്കുന്നത്. പക്ഷേ ഇപ്പോഴും അവളെ കൊല്ലുവാൻ ഒരു അവസരം കൂടിയുണ്ട്. കുറച്ചു നേരം കഴിയുമ്പോൾ അവൾ തിരികെ വരും. ആളുകൾ ഇവിടുന്ന് പോയെന്ന് കാണുമ്പോൾ എരുമയെ കൊല്ലാൻ അവൾ ശ്രമിക്കും. ഇനിയും 3 മണിക്കൂർ കൂടി വെളിച്ചം ബാക്കിയുണ്ട്. മലഞ്ചെരിവിലൂടെ ഒന്ന് ചുറ്റിക്കറങ്ങി മറ്റേ ഭാഗത്ത് നിൽക്കണമെന്ന് മാത്രം. അവിടെ നിന്നാൽ കെട്ടിയിട്ട എരുമയെ വ്യക്തമായി തന്നെ കാണാൻ സാധിക്കും. 200-300 വാര ദൂരെ ഒരു ഷോട്ട് എടുക്കുവാനും സാധിക്കും. കോർബറ്റിന്റെ കൈവശമുള്ള .27 റൈഫിലിന് അത് അസാധ്യമായ കാര്യവുമല്ല. പിന്നെ കോർബറ്റിന് ഉന്നം പിഴയ്ക്കാറുമില്ല. ഇനിയിപ്പോൾ ലക്ഷ്യം തെറ്റിയാലും ആ കടുവയ്ക്ക് നല്ല രീതിയിൽ ഒരു പരിക്ക് തന്നെ സംഭവിച്ചേക്കാം അവിടെ. അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ അവന്റെ രക്തപ്പാടുകളെ പിന്തുടർന്നുകൊണ്ട് അവന്റെ പിന്നാലെ പോയി ആ കടുവയെ തീർക്കുവാനും കോർബറ്റിന് സാധിക്കും. ഇതെല്ലാം കോർബറ്റ് തന്റെ മനസ്സിൽ കണ്ടു. എന്നാൽ കൂടെയുള്ള ആളുകൾ ഒരു പ്രശ്നം തന്നെയാണ്. അവരെ മാനേജ് ചെയ്യുവാൻ വളരെ ബുദ്ധിമുട്ടാണ്. എന്നാൽ അവരെ തിരിച്ച് ബംഗ്ലാവിലേക്ക് ഒറ്റയ്ക്ക് അയക്കുന്നത് അപകടവുമാണ്. അവരെ കൂടെ തന്നെ കൂട്ടുവാൻ കോർബറ്റ് തീരുമാനിച്ചു. അവിടെ കെട്ടിയിട്ട എരുമയുടെ കയർ ഒന്നുകൂടി വലിച്ചു നോക്കുന്നു, ഉറപ്പുവരുത്തുന്നു. അത് കഴിഞ്ഞ് ആ പ്രദേശത്ത് നിന്നും അവരെല്ലാവരും വഴിയിലേക്ക് മാറുന്നു. അതിനുശേഷം കോർബറ്റിന്റെ നിർദ്ദേശപ്രകാരം അവിടെ നിന്ന ആളുകളെല്ലാവരും കൂടി അടുത്തുള്ള മലയിലേക്ക്, അതായത് നമ്മൾ മുന്നേ പറഞ്ഞ എതിർവശത്തുള്ള മലയിലേക്ക് പോകുവാൻ തീരുമാനിക്കുന്നു. അവർ തിരഞ്ഞെടുത്ത വഴി പാറകൾ നിറഞ്ഞ പ്രദേശത്തിലൂടെ പോകുക എന്നതായിരുന്നു. കാരണം അതിന്റെ മറുവശത്ത് ഇടതൂർന്ന കുറ്റിക്കാടുകളാണുള്ളത്. നരഭൂജിയായ കടുവ അവിടെ മറഞ്ഞിരിക്കുന്നുണ്ടോ എന്ന് അവർക്കറിയില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ അതുവഴി സഞ്ചരിക്കുന്നത് ഏറ്റവും വലിയ അപകടകരമായിരിക്കും. അതിനാൽ തന്നെ അവർ പാറക്കല്ലിലൂടെയും പാറയിടുക്കിലൂടെയും സഞ്ചരിച്ചു. തുറന്ന സ്ഥലമെത്തുമ്പോൾ മാറി നടക്കാമെന്ന് കോർബറ്റ് അവരോട് പറഞ്ഞു. അങ്ങനെ കോർബറ്റും സംഘവും 10 വാര വീതിയുള്ള 4-5 വാര താഴ്ചയുള്ള പാറയിടുക്കിലൂടെ താഴേക്ക് നടന്നിറങ്ങുമ്പോൾ അപ്രതീക്ഷിതമായി ഒരു നൈറ്റ്ജാർ പക്ഷി പറന്നുയരുന്നത് കോർബറ്റിന്റെ ശ്രദ്ധയിൽപ്പെട്ടു. അത് പറന്ന സ്ഥലത്തേക്ക് നോക്കുമ്പോൾ അതിന്റെ 2 മുട്ടകൾ കോർബറ്റിന്റെ കണ്ണിൽപ്പെട്ടു. വൈക്കോലിന്റെ നിറം, തവിട്ട് നിറത്തിലുള്ള അടയാളങ്ങൾ, ഓരോന്നിനും ഓരോ ആകൃതി. ഒന്ന് നീണ്ടതും കൂർത്തതും, മറ്റേത് ഉരുണ്ടതും. കോർബറ്റിന്റെ മുട്ട ശേഖരത്തിൽ നൈറ്റ്ജാറിന്റെ മുട്ടകളില്ലായിരുന്നു. അവ സൂക്ഷിക്കുവാൻ തന്നെ കോർബറ്റ് തീരുമാനിച്ചു. അവ തന്റെ കൈകളിലേക്ക് എടുത്തു. അവിടെ ഉണ്ടായിരുന്ന ഒരു പായൽ അതിനെ സംരക്ഷിക്കുവാൻ വേണ്ടിയും എടുത്തു. അതിനുശേഷം സുരക്ഷിതമായി അദ്ദേഹത്തിന്റെ കയ്യിൽ തന്നെ ആ മുട്ടകൾ ഭദ്രമായി വെച്ചു. അത് കഴിഞ്ഞ് കോർബറ്റും സംഘവും വീണ്ടും മുന്നിലേക്ക് പതിയെ നടന്നു നീങ്ങുന്നു. 60 വാര ദൂരം പിന്നിട്ടപ്പോൾ കോർബറ്റ് പെട്ടെന്ന് അവരോട് നിൽക്കുവാൻ പറഞ്ഞു. പിന്നെ 10-12 അടി താഴ്ചയിലേക്കാണ് ഇറങ്ങേണ്ടത്. മഴവെള്ളം വീണ് നല്ല പായൽ പിടിച്ചിരിക്കുന്ന പാറയാണ്. തന്റെ റൈഫിൽ കയ്യിൽ പിടിച്ചുകൊണ്ട് അതുവഴി നടന്നിറങ്ങുവാൻ സാധിക്കില്ല. അതിനാൽ തന്റെ റൈഫിൽ അടുത്തു നിന്ന ഒരു ഗ്രാമീണന്റെ കയ്യിൽ കൊടുത്തിട്ട് കോർബറ്റ് വളരെ സൂക്ഷിച്ച് ആ പാറയിലൂടെ ഇരുന്ന് താഴേക്കിറങ്ങി. അത് കഴിഞ്ഞ് ആ ഗ്രാമീണന്റെ കയ്യിൽ നിന്നും റൈഫിലും വാങ്ങിച്ചു. അങ്ങനെ ഓരോരുത്തരും പതുക്കെ താഴേക്കിറങ്ങി. അങ്ങനെ കൂടെ ഉണ്ടായിരുന്നവരെല്ലാം താഴെ ഇറങ്ങിയ ശേഷം
കോർബറ്റിനോട് അവർ ചോദിച്ചു, സാഹിബ്, താങ്കൾ കടുവയുടെ മുരൾച്ച കേട്ടോ എന്ന്. കോർബറ്റ് പറഞ്ഞു, ഞാൻ കേട്ടില്ല. താഴേക്ക് പതിയെ പതിയെ നിരങ്ങിയിറങ്ങിയപ്പോൾ എൻ്റെ വസ്ത്രമുള്ള ശബ്ദം കാരണം ഞാൻ കേൾക്കാത്തതായിരിക്കാം. എവിടെ നിന്നാണ് വന്നതെന്നറിയില്ല സാഹിബ്. ഞങ്ങൾ വ്യക്തമായി തന്നെ ആ കടുവയുടെ മുരൾച്ച കേട്ടു. കടുവകൾ ഒരിക്കലും മുരണ്ടുകൊണ്ട് തൻ്റെ സ്വന്തം സ്ഥാനം വെളിപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നില്ലല്ലോ. പക്ഷേ ഞങ്ങൾ കേട്ടത് അത്രയും അടുത്തു നിന്നാണ്. എന്നാൽ എവിടെ നിന്നാണെന്ന് ഞങ്ങൾക്ക് പറയുവാൻ സാധിക്കുന്നില്ല. അങ്ങനെ അതുവഴി പതിയെ പതിയെ കോർബറ്റും സംഘവും വളരെ നിശബ്ദരായി ശ്രദ്ധാപൂർവം മുന്നിലേക്ക് നീങ്ങുന്നു. പാറക്കെട്ടുകൾ നിറഞ്ഞ പ്രദേശത്തിലൂടെയാണ് ഇപ്പോൾ അവർ നടന്നു നീങ്ങുന്നത്. കുറച്ചുകൂടി മുന്നിലേക്ക് ചെന്നപ്പോൾ ഒരു ചെറിയൊരു പാറക്കെട്ടിന്റെ മറവിൽ നിന്നും അവർ ആ കടുവയെ കണ്ടു. കടുവ വലതുവശത്ത് കിടക്കുന്നു. മുൻകാലുകൾ മുന്നോട്ട് നീട്ടി പിൻകാലിൽ കുതിച്ചുയരുവാൻ വേണ്ടി തയ്യാറെടുക്കുന്നു. കോർബറ്റും ആ കടുവയും തമ്മിലുള്ള ദൂരം വെറും 8 അടി മാത്രമായി. കടുവയുടെ മുഖത്ത് ഒരു പുഞ്ചിരി. യജമാനനെ കാണുമ്പോൾ വാ പിളർന്നു നിൽക്കുന്ന പട്ടിയുടെ ഭാവമായിരുന്നു അവൾക്കപ്പോൾ. കടുവയും കോർബറ്റും ഇപ്പോൾ മുഖാമുഖം. കോർബറ്റിന്റെ ഒരു കൈയിൽ നമ്മൾ മുന്നേ പറഞ്ഞ നൈറ്റ് ജാർ പക്ഷിയുടെ മുട്ടയാണ് ഇരിക്കുന്നത്. കോർബറ്റിന്റെ ശ്രദ്ധ ഒന്നുപോലും തെറ്റാതെ ആ കടുവയുടെ കണ്ണിലേക്ക് തന്നെ നോക്കിക്കൊണ്ട് തൻ്റെ കോട്ടിന്റെ പോക്കറ്റിലേക്ക് ആ മുട്ട ഭദ്രമായി വെച്ചു. അതിനുശേഷം തൻ്റെ വലത് കൈയിലിരുന്ന റൈഫിൾ പതിയെ ആ കടുവയ്ക്ക് നേരെ തിരിച്ചു. തൻ്റെ നോട്ടം അല്പം പോലും വ്യതിചലിക്കാതെയായിരുന്നു കോർബറ്റ് അത് ചെയ്തത്. പിന്നെ ഒട്ടും താമസിച്ചില്ല. കോർബറ്റ് തൻ്റെ ചൂണ്ടുവിരൽ ട്രിഗറിന്മേൽ അമർത്തി. ഉഗ്രമായ ഗർജനത്തോടെ കോർബറ്റിന്റെ ബാരിൽ നിന്നും തിര കടുവയുടെ നെഞ്ചും തുളച്ച് നട്ടലിലൂടെ പുറത്തേക്ക് പാഞ്ഞു. കടുവ പതിയെ നിലത്തേക്ക് വീണു. കടുവ വീണ് കിടന്ന ആ ഭാഗം മുഴുവൻ രക്തം കൊണ്ട് നനയുവാൻ തുടങ്ങി. കോർബറ്റിന്റെ പിന്നിൽ വന്ന ആളുകൾക്ക് കോർബറ്റ് പെട്ടെന്ന് നിന്നപ്പോൾ തന്നെ കാര്യം മനസ്സിലായി. അദ്ദേഹം എന്തോ കണ്ടിട്ടുണ്ട് എന്ന്. അതുകൊണ്ട് തന്നെയാണ് അവരും നിശബ്ദരായി കോർബറ്റിന്റെ പിന്നിൽ തന്നെ എന്താണെന്ന് പോലും അന്വേഷിക്കാതെ നിന്നത്. എന്നാൽ തന്റെ തോക്കിൽ നിന്നും തിര പാഞ്ഞപ്പോഴാണ് അവർക്ക് കാര്യം മനസ്സിലായത്. നരഭോജിയായ കടുവയെ കണ്ടുകൊണ്ട് തന്നെയാണ് കോർബറ്റ് അവിടെ നിശ്ചലനായി നിന്നതെന്ന്. എന്നാൽ അത്രയും അടുത്ത് കടുവയുണ്ട് എന്ന് അവർ അറിഞ്ഞിരുന്നില്ല. ശരിക്കും അവർ ഞെട്ടിപ്പോയി. കോർബറ്റിന് ആ കടുവയുടെ അടുക്കിലേക്ക് പോകേണ്ടതിന്റെ ആവശ്യം പോലും വന്നില്ല. കോർബറ്റിന് ഉറപ്പായിരുന്നു താൻ ഇത്രയും കാലം അന്വേഷിച്ച ചോക്കർ കടുവ ഇവൾ തന്നെയാണെന്ന്. അതായത് അവശേഷിച്ച തള്ളക്കടുവ ഇവൾ തന്നെയാണെന്ന്. 64ഓളം ആളുകളെയാണ് അവൾ കൊന്നത്. അത് കണ്ടു നിന്ന ആളുകൾ സന്തോഷത്തിൽ നൃത്തം വെച്ചു. പിന്നെ ഗ്രാമീണരും കോർബറ്റും കൂടി ചേർന്ന് ആ കടുവയെ എടുത്തുയർത്തി തൻ്റെ ബംഗ്ലാവിലേക്ക് കൊണ്ടുപോയി. നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു മാപ്പിൽ മരണങ്ങൾ ക്രോസ് രൂപത്തിൽ അടയാളപ്പെടുത്തിയ മാപ്പ്, അതിലേക്ക് കോർബറ്റ് ഒരു ക്രോസ് കൂടി അടയാളപ്പെടുത്തി. എന്നാൽ അതിത്തവണ ആ ചോഗർ കടുവയുടെ മരണ അടയാളമായിരുന്നു. ചോഗർ കടുവയുടെ കഥ ഇവിടെ അവസാനിക്കുകയാണ്. 5 വർഷം നീണ്ടുനിന്ന ഭീതിക്ക് ഇവിടെ അറുതി വന്നിരിക്കുന്നു. അവൾക്ക് ഒടിഞ്ഞ പല്ലുകളായിരുന്നു ഉണ്ടായിരുന്നത്, ക്ഷീണിച്ച ശരീരവും. പ്രകൃതിയുടെ നിയമങ്ങൾ തെറ്റിച്ചപ്പോൾ അവൾ നരഭോജിയായി മാറി. ഒടുവിൽ അവൾ വീണു. ഗ്രാമത്തിലേക്കും കാടുകളിലേക്കും സമാധാനം തിരികെ എത്തി. നമ്മുടെ ഇന്നത്തെ കഥ ഇവിടം കൊണ്ട് അവസാനിക്കുകയാണ്. ഞാൻ എന്ന് പറഞ്ഞ ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കുക. അതുപോലെ നിങ്ങളുടെ ഇഷ്ടം കമന്റിലൂടെയും ലൈക്കിലൂടെയും അറിയിക്കുക. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി ഞാൻ അടുത്ത ദിവസം വരുന്നതായിരിക്കും. അതുവരെ ഗുഡ് ബൈ.